ഹരേ ഗുരുവായൂരപ്പ. അത്യധികം സന്തോഷം ഉളവാകുന്ന ഒരു വേളയാണ്. കാരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യം എന്താ എന്ന് ചോദിച്ചാൽ, ഒരു ജന്മത്തിൻ്റെ ഒരു പുണ്യം എന്താ എന്ന് ചോദിച്ചാൽ, ഭാഗവതം കേൾക്കാൻ സാധിക്കുക, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക, പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, അനുഭവിക്കുക, ആസ്വദിക്കുക, ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. ഇതാണ് നമ്മളുടെ അവസ്ഥകൾ. നമുക്കറിയാം, നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. കാരണം രാവിലെ തൊട്ട് കേൾക്കുകയാണ്, ഇല്ലേ? അപ്പോൾ കണ്ണടഞ്ഞ് ഇതൊന്നും കേൾക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താ? ഉറക്കം അല്ലേ? അല്ലെങ്കിൽ ചിലത് കേൾക്കുന്നുണ്ട്, അപ്പോൾ സ്വപ്നാവാം. ഉണർന്നിരിക്കണവരുണ്ട്, ഇതേതാ? ജാഗ്രത. കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, ഇവിടെ ഇല്ല. അങ്ങനെയുള്ളവരോ ജാഗ്രൽ സ്വപ്നം. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് നമുക്കറിയാം. 3 അവസ്ഥകളെ കുറിച്ചിട്ടാണ് ശാസ്ത്രത്തിൽ നമുക്ക് പറയണത്. ഒന്ന് ജാഗ്രത, ഒന്ന് സ്വപ്നം, ഒന്ന് സുഷുപ്തി. നല്ല ഉറക്കം. ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്, അപ്പോൾ എണീക്കൂ. കുറച്ച് ആദ്യമൊന്നും വിളിച്ചിട്ട് കേൾക്കണില്ല. കുറച്ച് കഴിഞ്ഞ് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കണു. എന്താ? ഇവിടെ വായനയ്ക്ക് വന്നിട്ട് ഇന്ന് ഭാഗവതം കേൾക്കാൻ വന്നിരുന്നിട്ട് ഉറങ്ങുകയാണോ? ഒന്ന് മയങ്ങിപ്പോയി. എന്നാലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? പേര് വിളിച്ചു എണീക്കൂ എന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ചു, കേട്ടില്ല. പേര് ചൊല്ലി വിളിച്ചു, കേട്ടില്ല. അവസാനം ഒന്ന് കുലുക്കിയപ്പോഴാണ് കണ്ണ് തുറന്നത്. ജാഗ്രത ആണോ? ഉണർവിലാണോ? അല്ല. സ്വപ്നം കാണുകയാണോ? അല്ല. പിന്നെന്താ? നല്ല സുഷുപ്തി. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഒന്നും അങ്ങോട്ട് കണ്ണടച്ചതേ എനിക്കും അറിയുള്ളൂ, ബാക്കി ഒന്നും അറിഞ്ഞില്ല. ഈ അവസ്ഥയാണ്, ഒന്നും അറിയാത്തൊരവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയണത്. ഇനി അതിൻ്റെയും അപ്പുറത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥകളെ ബോധിപ്പിക്കുകയാണ് ഈ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം തന്നെ. നമുക്കറിയാം, ഭാഗവതം ഇവിടെ പ്രഭാഷണം ചെയ്യാൻ വന്ന പലരും ഭാഗവതത്തിൽ പാട്ട് പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഗോവർദ്ധന പർവ്വതമൊക്കെ ചെയ്യിച്ച ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കേണ്ട സമ്പ്രദായമുണ്ട്. അത് മോശമാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആചാര്യന്മാരൊക്കെ പല ഇതിലേക്ക് പോകും. അതും കുഴപ്പമില്ല. ഭാഗവതം ഇവിടെ പറയണത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകണത്. ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം അതാണ്. ചരൈവേദി, മുന്നോട്ട് പോവൂ. ഒരു ദിക്കിൽ നിൽക്കാനല്ല, മുന്നോട്ടേക്കുള്ള ഈ ഗമനം. ഈ ഗമനത്തിൻ്റെ അവസാനം ഒരു ലക്ഷ്യമുണ്ട്. ഈശ്വരൻ അല്ലെങ്കിൽ അവനവൻ തന്നെ. ആത്മാരാമാശ്ച മുനയോ നിർഗ്രന്ഥ അപ്യുരുക്രമേ കുർവന്തി അഹൈതുകീം ഭക്തിം യുദ്ധം ഭൂതഗുണോ ഹരി. ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു വാക്യാണ്. ആത്മാരാമാശ്ച മുനയഃ ആത്മാരാമ. മുനിമാര് ആത്മാരാമന്മാരാണ്. അവർക്ക് കൃഷ്ണൻ എന്നുള്ളതായ ആ നാമത്തിൻ്റെ മാധുര്യം. ഞാൻ അതാണ് ആദ്യം തന്നെ ഒരു കീർത്തനം ചെല്ലാൻ പുറപ്പെട്ടത്. പക്ഷേ എത്ര പേരൊപ്പം ചെല്ലുണ്ടായി? കുറച്ച് പേര് ചെല്ലി. ആ ചെല്ലിയവർക്ക് ഈ നാമത്തിൻ്റെ, എല്ലാവരും ചെല്ലിയവരുണ്ടാവും. ആദ്യം കേട്ടിട്ട് ആ ഈരടിക്കനുസരിച്ച് ചെല്ലിയവരുണ്ടാവാം. പക്ഷെ ഈ നാമം ചെല്ലുമ്പോൾ നമ്മൾ ആസ്വദിച്ച ഒരു അനുഭൂതിയുണ്ട്. അത് വർണ്ണിക്കാൻ പറ്റണതല്ല. ഈ ഒരവസ്ഥയാണ് തുരീയം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ആനന്ദ അനുഭവമാണ്. മുളക് കടിച്ചിട്ട് എത്രണ്ട് എരിയുണ്ടായി എന്ന് ചോദിച്ചാൽ എന്താ പറയുക? എത്ര എരിഞ്ഞു? നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ട്? പറയൂ. ഇല്ലേ? ഉണ്ടോ? പേടി എത്ര ഉണ്ട്? ദയ എത്ര ഉണ്ട്? ഒന്ന് പറയൂ. ചിരിച്ചാ പോരാ, ഉത്തരം പറയൂ. ഇതൊക്കെ നമുക്ക് അളക്കാൻ പറ്റണതല്ല. അമ്മയ്ക്ക് നമ്മളോടുള്ളതായ വാത്സല്യം എത്ര ഉണ്ട്? അച്ഛന് നമ്മളോടുള്ളതായ ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം എത്ര ഉണ്ട്? ഇതിനൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഒരു ഗുരുവിൻ്റെ കാരുണ്യം എത്ര ഉണ്ട്? ഗുരുവായൂരപ്പൻ്റെ വാത്സല്യത്തിൻ്റെ അളവുകോൽ എന്താ?
ഇതൊന്നും വർണ്ണിക്കാൻ പറ്റണതല്ല. അനുഭവൈക വേദ്യം എന്നാണ് അവിടെ എടുത്ത് പറയുന്നത്. ഈ അനുഭവൈക വേദ്യമായ ഒരു തലത്തിലേക്കാണ് ഭാഗവതം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ തലം എത്താൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഉത്തമനായ ശ്രോതാവ്, മധ്യമനായ ശ്രോതാവ്, അധമനായ ശ്രോതാവ്. ഉത്തമനായ വക്താവ്, മധ്യമനായ വക്താവ്, അധമനായ വക്താവ്. ഈ രീതിയിൽ നമുക്ക് തരം തിരിച്ച് തന്നിട്ടുണ്ട്. ഇവർക്ക് ഏത് ഗ്രേഡാണോ, നിങ്ങൾക്ക് ഏത് തലാണോ സ്വീകരിക്കേണ്ടത് അതിനനുസരിച്ചാവാം. എല്ലാം വിട്ട് ഭാഗവതം കേൾക്കേണ്ടവർക്ക് അവർക്ക് ഇന്ന കഥകൾ കേൾക്കാം. അല്ലാത്തവർക്ക് എനിക്ക് അവിടെ പപ്പടം ഉണക്കാട്ടുണ്ട്, അതെടുക്കണം, അതുവരെ കേട്ടോണ്ടിരിക്കുക, ആയിക്കോട്ടെ, മധ്യമന്മാരായിട്ടുള്ള രീതിയിൽ. ഇനി ഒട്ടും ശ്രദ്ധയില്ലാതെ കണ്ട് ഇതിൻ്റെ കുറ്റം എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെന്താ പോരായ്മ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അവരും ശ്രോതാക്കളാണ്. അവരും ഒരു തരത്തിൽ പറഞ്ഞ ഉത്തമ ശ്രോതാക്കളുടെ തലത്തിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഗ്രഡേഷൻ ഇവിടെ ഭാഗവതത്തിൽ പറയണു. പരീക്ഷിത്ത് ശ്രീശുകന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ പരീക്ഷിത്ത് എന്താ ചോദിക്കണത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണോ ചോദിച്ചത്? എന്താണോ ചെയ്യേണ്ടത്? എന്നെന്നും മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് കേൾക്കരുതാത്തത്, എന്താണ് ജപിക്കേണ്ടത്, എന്താണ് ജപിക്കരുതാത്തത്, ഈ ചോദ്യങ്ങൾ വച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രീശുകന്റെ അടുത്ത് ചോദ്യം ചോദിക്കണത്. ശ്രീശുകൻ അതിനനുസരിച്ചിട്ടാണ് മറുപടി പറയണത്. അപ്പോൾ എൻ്റെ കാര്യം നടക്കണം എന്നല്ല, മറിച്ച് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉത്തമനായ ശ്രോതാവായി. മനസ്സിലാവുണ്ടോ? അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാവുമ്പോൾ അത് മധ്യമാണ്. അതാണ് നാരദനും വേദവ്യാസനും തമ്മിലുള്ളതായ സംവാദം. വേദവ്യാസൻ ചോദിക്കുകയാണ്, എന്താ നാരദ മഹർഷി ഞാൻ ചെയ്യേണ്ടത്? ഇത്രയൊക്കെ അധികം ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടും എൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടാവണില്ല. എൻ്റെ മനസ്സിൻ്റെ തൃപ്തി ഉണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതൊരു മധ്യമനായിട്ടുള്ള ഒരു ശ്രോതാവ് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അറിവ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ഒരു മധ്യമനായിട്ടുള്ള ശ്രോതാവായി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ കണ്ടു, ആയിരക്കണക്കിന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രത്തിൻ്റെ ഇടയിൽ വെച്ച് യാഗാദികളൊക്കെ കഴിഞ്ഞ് ഇത്തിരി സമയം കിട്ടിയപ്പോൾ സൂതൻ ഇവിടെ വരിക, ഇരിക്കുക, ഇത്തിരി നേരം ഞങ്ങൾക്ക് ഭാഗവത കഥ പറഞ്ഞു തരൂ. അവർക്ക് മറ്റ് പ്രവൃത്തികളുടെ ഇടയിൽ ഒന്ന് മാത്രമാണ് ഈ ഭാഗവത ശ്രവണം എന്നുള്ളത്. ഇത് അധമനായിട്ടുള്ള ആ ശ്രോതൃ വക്തൃ ബന്ധമാണ്. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മളാവേണ്ടത്? ഈ 3 തരക്കാരെയും വച്ചിട്ടാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കണേ. ഉത്തമനായ ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വേദത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ശാസ്ത്രങ്ങളിൽ എല്ലാം അവർക്ക് വേണ്ടതെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉപാസന മതി, ഗായത്രി ചൊല്ലിക്കോളൂ. ഗായത്രി ചൊല്ലിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പം അടുത്ത ദിവസം ഒരു ചോദ്യം ഉണ്ടായി, ഈ താരകമന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ രക്ഷിക്കണ മന്ത്രം. ഉത്താരകം താരകം. പലരും അത് ഓങ്കാരായിട്ട് പറയാറുണ്ട്. അതേപോലെ രാമമന്ത്രത്തെയാണ് സ്വതവേ അങ്ങനെ പറയാറുള്ളത്. പണ്ട് ഒരു ഗുരുവായൂർ ഒരു ഐക്യം പറയേണ്ടായി, ഞാൻ കൃഷ്ണ എന്ന് ജപിക്കാറില്ല. കൃഷ്ണ എന്ന് ജപിച്ചവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വയ്യായുണ്ട്. രാമാന്ന് ജപിച്ചാൽ പിന്നെ അവർക്ക് ഈ അവസാന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാമനാമ ജപിക്കാറായെന്ന്. ഈ രാമമന്ത്രത്തെ താരകമന്ത്രമായിട്ട് അവിടെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ മരിക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രാമനാമം ജപിക്കുക. ഇദ്ദേഹത്തെ ഏത് കാറ്റഗറി പെടുത്താം? ഉത്തമൻ, മധ്യമൻ, അധമൻ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ രാമനാഥ സാറിനോട് ചോദിച്ചത് അതാണ്. ഇതിവിടെ നിന്ന് ഒരാളിങ്ങനെ പറയും, അവിടെ കുറച്ച് പേര് കേൾക്കും, അത് കഴിഞ്ഞാൽ പോവും. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇത് കയറണുണ്ടോ? ഇല്ല. ഇത് കഴിഞ്ഞു പോയി. നമ്മുടെ മനസ്സിൽ നിന്ന് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലാണ്ടിയായി.
അതല്ല, നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്, അതിനെക്കുറിച്ച് ചിന്തയുണ്ടാവുമ്പോഴാണ് അതിലേക്ക് വേര് ഊന്നി ഊന്നി പോവുക. അപ്പോൾ ആ വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ വേര് ആഴത്തിലേക്ക് പോകുമ്പോൾ ബലമുണ്ടാവുന്നത് പോലെ നമ്മുടെ ശ്രദ്ധ, വിശ്വാസം തുടങ്ങിയിട്ടുള്ളത് വേര് ഊന്നുമ്പോഴാണ് നമുക്ക് ഈ ഭാഗവത കഥകളിലെ ആ താല്പര്യം ആസ്വദിക്കാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഭാഗവതം കേട്ടാൽ വല്ല ഗുണമുണ്ടോ? ഉണ്ട്. എന്തു ഗുണം? ഉച്ചയ്ക്ക് ഊണ് കിട്ടുമെന്നല്ലാണ്ട് എന്താ ഉള്ളത്? പറയൂ, ഒന്ന് എണീറ്റ് പറയാവോ? മരണഭയം പ്രമാണം. ആരോ പറഞ്ഞു, അങ്ങ് വിളിച്ചു പറയണു, അത്രയല്ലേ ഉള്ളൂ. എങ്ങനെ അങ്ങേക്ക് മരണഭയം മാറ്റാൻ പറ്റും? നാമം ജപിച്ചാൽ മരണഭയം പോവോ? ഇതിൻ്റെ ഉള്ളിൽ അജാമിളന്റെ ഒരു കഥ പറയുന്നുണ്ട്. അജാമിളൻ നാരായണ എന്ന് 4 അക്ഷരമുള്ള ജഗാത ചതുരക്ഷരം ആ നാമം ജപിച്ചപ്പോൾ അദ്ദേഹത്തിന് മുക്തി കിട്ടി. നാരായണനെ പോലെ 4 അക്ഷരമാണ് വാസുദേവൻ. വാസുദേവൻ എന്ന് ജപിച്ചാൽ മുക്തി കിട്ടുമോ? ഈ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും പേരുണ്ട്. മേശ, കസേര, പുസ്തകം, ഇതൊക്കെ പേരാണ്. ഈ പേര് ജപിച്ചാലും മുക്തി കിട്ടണ്ടേ? മരണഭയം പോവണ്ടേ? അപ്പൊ എങ്ങനെയാ മരണഭയം പോവുക? അപ്പൊ അങ്ങ് പറഞ്ഞു വളരെ ശരിയാണ്. എപ്പോ ഈ മരണം എന്നുള്ളത് നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ആ സത്യത്തെ പരീക്ഷിത്ത് അവസാനം ജയിക്കുന്നുണ്ട്. സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ത്വയാതി കരുണാത്മന. അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, അങ്ങ് എനിക്ക് ആ മുക്തിയുടെ സോപാനം കാണിച്ചു തന്നു. ഇനി എനിക്ക് പേടിയില്ല. കാരണം മരിക്കുമെന്നുള്ളതായ പേടി എന്നെ ബാധിച്ചിരുന്നു. ആ മരണം എന്നുള്ളത് ഇല്ലാത്തൊരവസ്ഥയാണ്. കയറിൽ കാണുന്ന പാമ്പിനെ പോലെ ഈ വിഷയങ്ങൾ കണ്ട് ഞാൻ പേടിച്ചിരുന്നു. ഇത് വെറും കയർ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പേടിയില്ലാതെ കണ്ടായതുപോലെ ന ജായത്തെ മ്രിയദേവാ കദാചിൽ നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ എന്ന് ഗീതയിലെ അർജുനന് പറഞ്ഞുകൊടുത്ത ആ ഉപദേശത്തെ പോലെ ഉപനിഷത്തിലെ ആ വാക്യങ്ങളുടെ താല്പര്യത്തെ തിരിച്ചറിഞ്ഞപ്പോ പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഉപനിഷത്തിൽ ഒരു കഥ പറയുകയാണ്. അച്ഛൻ എല്ലാ യാഗം ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു മകൻ വന്ന് ചോദിക്കുകയാണ്, അച്ഛൻ്റെ ഈ യാഗത്തിലെല്ലാം കൊടുക്കണ്ടേ? അപ്പൊ അച്ഛൻ്റെ മകനായ എന്നെ ആർക്കാണ് കൊടുക്കണത്? ആദ്യത്തെ പ്രാവശ്യം മിണ്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ മരണത്തിനാ കൊടുക്കണത് എന്ന് പറഞ്ഞു. ഓ, ഈ ഉണ്ണി ഇന്ന് തയ്യാറായി മരണത്തിൻ്റെ അടുക്കലേക്ക്, യമധർമ്മ മഹാരാജാവിൻ്റെ അടുക്കലേക്ക്. ആ യമധർമ്മൻ അവിടെ ഇല്ലായിരുന്നു. 2 ദിവസം കാത്തു നിന്നു. 3-ാം ദിവസമാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ആ യമധർമ്മനെ അദ്ദേഹത്തിനെ വീണ് നമസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ അഗ്നിസ്വരൂപൻ അതിഥിയായിട്ട് ഗൃഹത്തിൽ വന്നിട്ട് അദ്ദേഹത്തെ കാത്തു നിർത്തിക്കേണ്ട ഒരു ഇട വന്നൂലോ, അതുകൊണ്ട് ഈ 3 ദിവസത്തിന് 3 വരം മേടിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ വരം ഞാൻ തിരിച്ചെത്തുമ്പോൾ എൻ്റെ അച്ഛന് സന്തോഷമാവണേ. രണ്ടാമത്തെ വരം ഈ യജ്ഞങ്ങളെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ച്, അഗ്നികളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണേ. മൂന്നാമത്തത് ആത്മസ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അവിടെ യമൻ പറഞ്ഞു, ഇതൊന്നും ചോദിക്കരുത്, വേറെ പലതും ചോദിച്ചോളൂ. കുതിരയോ പാപ്പാച്ചവും പപ്പടവും തരാം, പാപ്പം തരാം, പീപ്പിയതും തരാം, കുപ്പായവും തൊപ്പിയതും തരാം, നല്ല അപ്പം തരാം. നീ വേറെ വല്ലതും ചോദിക്കുക. ഈ ഉണ്ണി പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജന്മം, ആത്മാവ് അതോടുകൂടി ഇല്ലാണ്ടിയാവോ? ഉണ്ടെന്നും പറയണുണ്ട്, ഇല്ല എന്നും പറയണുണ്ട്. അതെനിക്കൊന്ന് പറഞ്ഞു തരണേ. അവിടെ വച്ചിട്ട് ഈ ആത്മതത്വത്തെ പറഞ്ഞു കൊടുക്കുന്നു.
അപ്പൊ മരണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ജനിച്ചു കഴിഞ്ഞാൽ അല്ലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഭഗവത് കഥകള് ഇവിടെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. പുരഞ്ജനന്റെയും വൃത്രാസുരന്റെയും എല്ലാം ചരിത്രം പറയുമ്പോ ത്വൽഭക്തിസ്തു കഥാരസാമൃത ഛരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ആ കഥകൾ കേട്ട് 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 നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു സംസ്കാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭഗവത് ഭക്തിയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണർന്നാൽ ഈ ഭയം ഇല്ലാണ്ടിയാവും. അത്രയേ ഉള്ളൂ. അതിലേക്ക് ഉയരണം. അപ്പോൾ ഇത് കേട്ടാൽ മാത്രമല്ല, അതിനെക്കുറിച്ച് അനുസന്ധാനം ചെയ്യണം. ഈ രൂപത്തെ കൃഷ്ണ എന്ന് ജപിച്ചാൽ മാത്രമല്ല, ആ നാമത്തിന്റെ അപ്പുറത്ത് അതിനൊരു അർത്ഥമുണ്ട്. എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിദാനന്ദം. അതാണ് തുരീയവും തുരീയ അതീതവുമായിട്ടുള്ള കഥയായിട്ട് പറയുന്നത്. തുരീയ എന്താണ്? നമ്മൾ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിക്കിൽ ഇന്ന ആളുടെ മകൻ അല്ലേ? അതല്ല നീയ. പിന്നെയോ നീ പുറകിലേക്ക് പോവ. ഞാൻ അതിനു മുമ്പിലത്തെ ജന്മം ഇന്ന ദിക്കിലാണ്. എവിടെയോ ദിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓലകൾ നോക്കിയിട്ട് കഴിഞ്ഞ ജന്മം എവിടെയാണെന്നൊക്കെ പറയണ സമ്പ്രദായമൊക്കെ പറയാറുണ്ട്. എന്താ ഈ വൈത്തീശ്വരം കോവില് ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ ജന്മം കിട്ടും. അതിനു മുമ്പിലത്തെയോ അങ്ങനെ പോയാൽ എവിടെ നിന്നാണ് നമ്മുടെ ഒറിജിൻ? ആ ഒറിജിനേഷൻ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും? നമ്മൾ വേറെ എവിടൊന്നുമല്ല, ഭഗവാനിൽ നിന്ന് പോരണു. എവിടെയാ നിലനിൽക്കണത്? ഭഗവാനിൽ നിലനിൽക്കണു. എവിടേക്കാ ലയിച്ചു ചേരുന്നത്? ഭഗവാനിലേക്കാണ്. ഈ പലതായിട്ടും ഒന്നുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി. ഇതാണ് തുരീയം. കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ അഹവും പോയി, അസ്മിയും പോയി. പിന്നെ ഇത് മാത്രമുണ്ട്, ബ്രഹ്മം മാത്രമേ ഉണ്ട്. ഇതാണ് തുരീയ അതീതം. ഇത്രയേ ഉള്ളൂ. ഗോപികളോട് ചോദിച്ചു നോക്കൂ. ഗോപികൾ പറയണു എന്താ? ഇവിടെ പറയുന്നുണ്ട് ജപം. ഇതൊന്നുമല്ല ഭക്തി. എന്താ? യാഗാദികളോ യജ്ഞാദികളോ മറ്റു ക്രിയകളോ ഒന്നുമല്ല ഈ കലികാലത്ത് വേണ്ടത്. നാമം ജപം മാത്രമാണ്. പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. ആ നിത്യാനന്ദ അനുഭവത്തിലേക്ക് ഉയർന്നതായ ഗോപികമാര് അവര് പറയണു, കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണൻ ഇങ്ങോട്ടു സ്നേഹം വേണമെന്നങ്ങൾക്കില്ല. കൃഷ്ണൻ ഞങ്ങളെ സ്നേഹിക്കണമെന്നില്ല, ഞങ്ങൾക്ക് കൃഷ്ണനെ സ്നേഹിക്കാറാവണം. അപ്പൊ അവിടെ ഒരു ഉപാസനയുടെ തലത്തിൽ നിന്ന് ഭഗവാനെ ഉപാസനാമൂർത്തിയായിട്ട് കണ്ടുകൊണ്ട് അവനവനെ സമർപ്പിച്ച ഭക്തിയുടെ ആത്മസമർപ്പണം എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് ഗോപികമാര് നമ്മളോട് പറയണത്. ആ ഗോപികമാരെവിടെ കിടക്കണു? നമ്മളെവിടെ കിടക്കണു? അപ്പൊ ഏതവസ്ഥയിലാ നമ്മള്? ജാഗ്രതത്തിലാണോ? സ്വപ്നത്തിലാണോ? ഒന്നും അറിയാത്ത സുഷുപ്തിയിലാണോ? ചിന്തിച്ചോളൂ. ഭാഗവതം കേൾക്കാൻ ഇരിക്കണവർക്ക് ഈ ഭാഗവതം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാഹാത്മ്യം സ്കന്ദപുരാണത്തിലെ മാഹാത്മ്യമുണ്ട്, പത്മപുരാണത്തിലെ മാഹാത്മ്യമുണ്ട്. അവിടെ ഈ സ്കന്ദപുരാണത്തിലെ മാഹാത്മ്യം പറയുമ്പോൾ ഈ കേൾക്കുന്ന വ്യക്തികളെ പലതായിട്ട് അവിടെ ഇത് ഭാഗവത കാള, ഇതെന്താ? ഇത് ഭാഗവത ഒട്ടകം, ഇത് ഭാഗവത മീൻ. കണ്ണടയ്ക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ഭാഗവതത്തിൽ തന്നെയാണ്. ഇവിടുന്ന് പോയിട്ടില്ല, ഇവിടെ തന്നെയാ ഉറക്കമൊക്കെ. ഇത് പാലാഴിയിലെ മീന് കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും എവിടെ തന്നെയാ? പാലാഴി തന്നെയാണ്. അതേപോലെ ഭാഗവതം കണ്ണ് തുറന്നിരിക്കുമ്പോഴും കണ്ണടച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാരെ പറയണ പേരാണ് ഏതാ? ഭാഗവത മീൻ എന്നുള്ളത്.
വേണ്ടാത്തത് എന്താ പറയണേന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരാണ് എന്ത് കഴിച്ചാലും തൃപ്തിയാവില്ല. ഈ കള്ളിച്ചെടിയൊക്കെ കഴിച്ചാലേ ഒട്ടകത്തിന് നാവൊക്കെ പൊട്ടി അതിൻ്റെ ചോര ചെന്നാലേ സുഖാവുള്ളൂ. അപ്പൊ ഇതിൻ്റെ ദോഷം മാത്രം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കുള്ള പേരാണ് ഭാഗവത ഒട്ടകങ്ങള്. ഇനി ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നമ്മുടെ ശ്രദ്ധ വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ പറയണതാണ് ഭാഗവത ചെന്നായ്ക്കള്. അവരും കേൾക്കില്ല, നമ്മളെ കേൾക്കാൻ സമ്മതിക്കൂല, ഇങ്ങനെയുള്ള ആൾക്കാര്. അപ്പോൾ ഈ ജീവിച്ചിരുന്ന ചെന്നായ്ക്കളുടെ പ്രകൃതി എന്താണ്? അവര് കൊന്നു തിന്നല്ല, തിന്നു കൊല്ലുകയാണ്. അപ്പൊ കടിച്ച് നമ്മളെ ഈ സംസാരത്തിലേക്ക് പിടിച്ച് വലിച്ചിഴക്കുന്നതായ ഈ ചെന്നായ്ക്കള് ഈ ഭാഗവതം കേൾക്കുന്നതിൻ്റെ ഇടയിലുണ്ട്. ഇത് പറയുമ്പോൾ എന്നെ കുറിച്ചാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. അല്ല, ഇതൊക്കെ നമ്മുടെ ഓരോരോ ഭാവനകൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്ന്, ഈ അവസ്ഥകളിൽ നിന്ന്, ഈ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളിൽ നിന്ന്, ഇതൊക്കെ ജാഗ്രത അവസ്ഥയിലാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ മനസ്സ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്വപ്നാവസ്ഥയുണ്ട്. ആ മനസ്സ്, അവിടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഇല്ല, സങ്കല്പം മാത്രമാണ്. മുമ്പ് കണ്ടത് മുഴുവനും നമ്മൾ ഒരുമിച്ച് സങ്കല്പിക്കണു. ആ സങ്കല്പം അനുസരിച്ചിട്ടാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ എന്ത് വേണം? ഈ ഈശ്വരനെ കാണാൻ സാധിക്കണം. കണ്ണടച്ചാലും തുറന്നാലും ഞാൻ കാണുന്നത് എൻ്റെ ഗുരുവായൂരപ്പനെ മാത്രം എന്നൊരു കവി പാടിയതുപോലെ അകത്തും പുറത്തും അന്തർബഹിശ്ച തൽ സർവം വ്യാപ്യ നാരായണ സ്ഥിത. ഇതാ വെള്ളത്തിന്റെ അടിയിലേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ ഗജേന്ദ്രൻ, ഇനി ഈ ശ്വാസം ഇതാ തീരുകയാണ്, അവസാനത്തെ ശ്വാസമാണല്ലോ ഗുരുവായൂരപ്പ, അവിടുത്തെ ഒന്ന് കാണാൻ പറ്റണേ എന്ന് വിചാരിച്ച നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞു ഉയർന്നപ്പോ ആ ഗുരുവായൂരപ്പനെ ഇതാ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതുവരെ ഹൃദയത്തിൽ മാത്രം കണ്ടിരുന്ന ഗുരുവായൂരപ്പനെ പുറത്തും കാണാൻ സാധിച്ചു. അന്തർബഹിശ്ച അല്ല, അവിടെ വിരിഞ്ഞു നിൽക്കുന്ന താമരകള് അത് ഭഗവത് സ്വരൂപമാണ്. അത് പോരാ, തന്നെ പിടിച്ചിരുന്നതായ ആ മുതല അത് ഭഗവത് സ്വരൂപമാണ്. അവിടെ ഉണ്ടായിരുന്ന സകല ചരാചരങ്ങളും ഭഗവത് സ്വരൂപമായി കാണാൻ ഗജേന്ദ്രന് സാധിച്ചപ്പോ ആ ഭാവനയുടെ ഒരു തലം നോക്കൂ. വെള്ളത്തിൽ നിന്ന് താണ്ടുപോയതായ ആ ഗജേന്ദ്രൻ തല ഉയർത്തി നോക്കിയപ്പോ അദ്ദേഹത്തിന് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കാണാൻ പറ്റി എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഭാവന ശക്തി എത്ര ഉണ്ട്? അത് നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഏത് മരണം വന്ന് പിടിച്ചോട്ടെ, അവിടെയാണ് മരണഭയം. ഞാൻ ഉള്ളപ്പോഴേ മരണഭയം ഉള്ളത്, ഞാൻ പോയ മരണഭയം ഇല്ല. ഇതാണ് അഷ്ടാവക്ര ഗീതയില് പറഞ്ഞു തരുന്നത്. യഥാ അഹം തഥാ ബന്ധഃ, യഥാ നാഹം തഥാ മോക്ഷ. ഞാൻ എന്നുള്ളതായ സങ്കല്പം നമുക്കുണ്ടെങ്കിൽ അവിടെ ബന്ധനം ഉണ്ടാവുന്നു. ഞാനില്ല എന്ന് വിചാരിച്ചാൽ അവിടെയാണ് മോക്ഷം. ഈ ഒരു തലത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. ഇവിടെ പറഞ്ഞു തന്നു യശോദ. യശോദ ആരാണ്? യശോദ ആരാണ് എന്ന് പറയൂ. എന്താ പറഞ്ഞേ? ആരാ? കൃഷ്ണന്റെ അമ്മ, പെറ്റമ്മയോ പോറ്റമ്മയോ? ഭാഗവതം വേണ്ട രീതിയിൽ കേട്ടിട്ടില്ല. ആരാ യശോദ? ഞാനാണ്. ആരാ നന്ദഗോപര? ഞാനാണ് എന്ന് നമുക്കൊരു അനുഭൂതിയുടെ തലത്തിലേക്ക് ഈ ഗോപികമാരായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പഠിപ്പിച്ചു തരണത്. അവര് പാടി നടക്കണു, ഹേ ചൂത ഹേ ചമ്പക കർണികാര ഹാ മല്ലികേ എന്ന് പറഞ്ഞ പൂക്കളെയും ചെടികളെയും വൃക്ഷങ്ങളെയും എല്ലാം വിളിച്ചു നടന്ന ആ ഗോപികമാര് അവസാനം കണ്ടെത്തിയതാണ് കൃഷ്ണോഹം പശ്യത ഗതിം. ആരാ ഈ കൃഷ്ണൻ? അത് ഞാൻ തന്നെയാണ് എന്നുള്ള ഭാവനയാണ്. നമുക്ക് ഇതെല്ലാം വേറിട്ട് ഇതാണ്, ഇത് പെണ്ണ്, ഇത് ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ തരംതിരിവുകളുണ്ട്. ഇവിടെ പറയുന്നു, ന ഭൂമിർ ന തോയം ന തേജോ ന വായു ന ഖന്നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തികത്വാൽ സുഷുപ്ത്യൈക സിദ്ധസ്തദേഹോ വശിഷ്ട ശിവക്കേവലോഹം. ആരാ ഞാൻ? ശങ്കരാചാര്യസ്വാമികൾ ഹസ്താമലകനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു,
എന്താണ്? സുഷുപ്തിയേകസിദ്ധസ്തദേകോപശിഷ്ട ശിവക്കേവലോകം. ഞാൻ ആ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആ ആത്മാരാമന്റെ സ്വരൂപം അത് തന്നെയാണ് ഞാൻ. ആചാര്യസ്വാമികൾ പറഞ്ഞു എന്താണ്? ഹരേരന്യദൈവം നമന്യേ കൃഷ്ണാൽ പരം കിമപി തത്വം അഹം ന ജാനേ. കൃഷ്ണനെ അല്ലാണ്ട് വേറെ ഒരു തത്വത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇത് പറഞ്ഞു തരുമ്പോ നമ്മുടെ മനസ്സിനും ഉണ്ടാവേണ്ട ഒരു ശീലം എന്താണ്? പലതായിട്ട് കാണുമെങ്കിലും ആ കാണുന്നതെല്ലാം ഒന്നു തന്നെയാണ് എന്ന് ഭാവന ചെയ്യാൻ സാധിക്കണം. പല നദികള് എല്ലാം സമുദ്രത്തിലേക്ക് ചേരുമ്പോ പിന്നെ ഗംഗയുണ്ടോ, കാവേരി ഉണ്ടോ, പമ്പയുണ്ടോ? ഇതൊന്നുമില്ല. പെരിയാറും ഒന്നുമില്ല. യഥാ നദ്യസ്യന്തമാനാ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. നാമവും രൂപവും ഉപേക്ഷിച്ച് ആ പരമാനന്ദത്തിൽ ലയിച്ചു ചേരുന്ന, ആ സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന നദികളെ പോലെ ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഭാഗവത ഗംഗാ പ്രവാഹമായിട്ട് മാറുന്നത്. അല്ലാതെ കണ്ട് ശ്രീശുഖം പറഞ്ഞു കൊടുത്തു, ഓ കേട്ടു എന്ന് ചോദിച്ചാൽ ഞാനും കേട്ടു, അത്രയേ ഉള്ളൂ. ധുന്ദുകാരിയുടെ മാഹാത്മ്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താ? ധുന്ദുകാരി എന്നുള്ളതായ പ്രേതത്തെ കേൾപ്പിക്കാൻ വേണ്ടി ഗോകർണൻ സപ്താഹം നടത്തി. ധുന്ദുകാരിക്ക് മാത്രം മുക്തി കിട്ടി, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ല. അവര് ചോദിച്ചു, തൻ്റെ അനിയന് വേണ്ടിയിട്ടാ ഈ ഭാഗവത സപ്താഹം നടത്തിയല്ലേ? അല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാ. എന്നെന്താ ഞങ്ങൾക്ക് കിട്ടാഞ്ഞേ? അപ്പൊ അവര് പറഞ്ഞു, വേണ്ട രീതിയിൽ കേട്ടില്ല. അവർക്ക് വേണ്ടി വീണ്ടും അതാ ഭാഗവത സപ്താഹം ആവർത്തിച്ചപ്പോ ആ കഥാശ്രവണം കൊണ്ട് അവരും മുക്തനായി മാറിയെങ്കിൽ ഭാഗവതം കൊണ്ട് കിട്ടേണ്ട ഗുണം എന്താണ്? ആ മുക്തിയുടെ സോപാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. പക്ഷെ നമുക്ക് പറ്റണില്ല. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ചിന്തകളും ഇതെല്ലാം നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു. ഇല്ലേ? ഉറക്കം വരണില്ലേ? 7 മണി കഴിഞ്ഞു. ആ രാത്രിയുടെ ഓരോരോ യാമങ്ങൾ ഇങ്ങനെ നമ്മളെ വിളിക്കുന്നുണ്ട്. കൺപോളകൾ ഇങ്ങനെ കാട്ടി കൂടി വരുന്നുണ്ട്. ഇതാ ഉറങ്ങാൻ പറ്റണില്ല. ഉറക്കം നമ്മളെ കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? എപ്പോഴാ ഉറക്കം വരിക? എപ്പോഴാ ഉറക്കം വരിക? നമ്മുടെ മനസ്സ്, ഇന്ദ്രിയങ്ങള് ഇതെല്ലാം ക്ഷീണിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഉറക്കം വരിക. മതിയായി മതിയായി. ഇതേപോലെ ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലോ നമുക്ക് എന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഉറക്കമൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞാലേ നമ്മളെ ഉറക്കം ബാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് നമുക്ക് കടിഞ്ഞാനിടാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ പറ്റുന്നുണ്ടോ? ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണറിയാണ്ട് പോവുകയാണ്. അപ്പൊ എന്തുകൊണ്ടാ? ഇത് എനിക്ക് വേണ്ടതാണ് എന്നുള്ള ഭാവന നമുക്ക് സ്വീകരിക്കാൻ പറ്റണില്ല. ഇത് ഏതോ ഒരു കഥ പറഞ്ഞു പോകണു, അതല്ല. അവിടെയാണ് ഈ കഥാപാത്രമായിട്ട് മാറാൻ വേണ്ടി നമ്മളെ ഈ കഥകൾ പ്രേരിപ്പിക്കണത്. അപ്പൊ ആരാണ് യശോദ? ആരാണ്? ആരാണ് നന്ദഗോപര? ആരായിരുന്നു രാധ? ആരായിരുന്നു അക്രൂരൻ? ഇത് നമുക്ക് ഭാവന ചെയ്യണം. ഇല്ലേ? കുട്ടിക്കാലത്തൊക്കെ ഈ കിരീടം എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ കണ്ടു. ഏതോ മോഹൻലാലിന്റെ ആള് ഏതോ കീരിക്കാടൻ ജോസിനെയൊക്കെ ഇടിച്ചുകൊണ്ട് വന്ന് അവസാനം ജയിക്കുകയാണ്. സിനിമ കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ഇരിക്കണ കസേരയൊക്കെ ഞാനൊരൊറ്റ തട്ടാണ്, ഞാനും സേതുമാധവനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ്? അതായിട്ട് പകർന്നാട്ടമാണ് അവിടെ. അപ്പൊ ഈ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ഈ കഥകൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് സ്വാധീനം ഉണ്ടാവാൻ പറ്റുന്നുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് കൃഷ്ണനായിട്ടോ ഈ ഗോപികയായിട്ടോ ഭാവന ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറയൂ, ഉണ്ടോ? ഇല്ല. അപ്പൊ എവിടെയാണ് നമ്മളുടെ പോരായ്മ? നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത്, നാളെ എന്തായാലും ഇവിടെ നിങ്ങൾ ഇറങ്ങിയിരുന്ന നിങ്ങളുമായിട്ട് സംവദിക്കണം എന്നുള്ളതായ ഒരു അഭ്യർത്ഥന ഞാനിവിടെ വച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കും പറയാനുണ്ടാവും. ഇവിടെ കയറിയിരുന്ന് പറയല്ല, കേൾക്കുന്നവർക്കും പറയാനുണ്ട്. ഇവരുടെ വൈകാരികവും വൈചാരികവുമായിട്ടുള്ള വികാരങ്ങളെ ആര് മാനിക്കുന്നു? ശ്രദ്ധിക്കേണ്ടത്, ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ പലർക്കും പലതും ചോദിക്കാനുണ്ട്. ഞാനൊരു ചോദ്യം പണ്ട് ചോദിച്ചതുപോലെ, പണ്ടൊരു ഗുരുവിനോടൊരു ചോദ്യം ചോദിച്ചു. ഈ എന്താ പറയുക, സന്ധ്യാവന്ദനം കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുരു പറഞ്ഞു, ഒരു ഗുണവുമില്ല.
ഭാഗവതം കേട്ടോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. നാമം ചൊല്ലിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഇതാണ് കേൾക്കാൻ ആഗ്രഹിക്കണത്. നമ്മുടെ മനസ്സ് ഇല്ല എന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കണത്. ഗുരു പറഞ്ഞു ശരി തന്നെയാണ്, പക്ഷേ ഒരു ഗുണമില്ലെങ്കിൽ നീ കുറച്ചു ദിവസം ഒന്ന് ചെയ്യുക. ഈ ഉണ്ണി ആചാര്യൻ പറഞ്ഞതാണല്ലോ, അനുസരിക്കണമല്ലോ. ഇത് കുറച്ചു ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ട് വേണം സൂര്യനെ കണ്ടുകൊണ്ട് ഗായത്രി ചെല്ലണം. കുറേശ്ശെ ഗായത്രി ചെല്ലാൻ തുടങ്ങി. തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഗുരു, ഈ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ബുദ്ധി ഇല്ലായുണ്ടോ? ഗുരു ചിരിച്ചു. ഉണ്ണി, നീ ഇതൊന്ന് ചിന്തിച്ചോളൂ, എന്തായാലും ജപിച്ചോളൂ. ഇല്ലാത്തതല്ലേ പ്രചോദിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, ചെല്ലിക്കോളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബുദ്ധി എന്താണ്, ആ ബുദ്ധിയുടെ സ്വരൂപം എന്താണ്, അനുഭവം എന്താണ്, സ്വാദെന്താണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങി. ഇത് തന്നെയാണ് ബുദ്ധന്റെ അടുക്കൽ ഒരു സംശയമായി വന്ന ആളോട് പറഞ്ഞു, നീ ഇപ്പൊ സംശയം ചോദിക്കേണ്ട, ഒരു കൊല്ലക്കാലം എൻ്റെ കൂടെ നടക്കുക. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ സംശയം ചോദിക്കാമെന്ന ആൾക്ക് ആ സംശയം പോലും ഓർമ്മയില്ലാണ്ടിയായി. കാരണം അനുഭൂതിയുടെ തലങ്ങളിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതായ ഈ സങ്കല്പങ്ങൾ മുഴുവനും അവിടെ ഇല്ലാത്തതാണ്. നമ്മുടെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളാണെന്ന് തിരിച്ചറിയണം. അതിനെ അടക്കി കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. കൃഷ്ണനെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോ 7 കവാടങ്ങളുണ്ട്. സാരല്ല, ആ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോ ആ മഹാദേവനെ ഞാൻ കണ്ടു എന്ന് പറയുന്നത് പോലെ ഈ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരാപരമായിരിക്കുന്ന, ആ പരമാനന്ദമായിരിക്കുന്ന ഗുരുവായൂരപ്പനെ കിട്ടിയാൽ പിന്നെ എവിടെയാ സംശയങ്ങൾ അതുള്ളത്? പിബന്ധ ഇവ ചക്ഷുർഭ്യാം, കണ്ണുകൊണ്ട് വാരി 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 കുടിക്കണു. അപ്പോഴാണ് ഭാഗവതം കേൾക്കണു. കണ്ണുകൊണ്ട് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെ എന്താ അർത്ഥം? എത്ര കണ്ടാലും 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 കൊതി തീരാത്തൊരു കണ്ണനെ ഞാൻ ഇന്നു കണ്ടു. 2 വയസ്സിൻ്റെ കൗതുകം കോലുന്ന കണ്ണനെ ഞാൻ ഇന്നു കണ്ടു എന്നിങ്ങനെയുള്ളതായ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ മുട്ടുകുത്തി മണിമണ്ഡപസ്വനമുയർന്നിടാതെ അതിസാഹസപ്പെട്ടിഴഞ്ഞു കഥ കൊച്ചയറ്റ വിധമായി തുറന്നു ചരിതാർത്ഥനായി കട്ടിലിൻ മുകളിലേറി നിന്ന ഉറിയിൽ വച്ച വെണ്ണ മലർവായ്ക്കകത്തിട്ടു കട്ടുപുലരുന്ന തസ്കര കലാവിശാരദന് ആ പാത്രത്തിൽ വച്ചിരുന്ന വെണ്ണ കഴിക്കുന്ന ഉണ്ണിയുടെ രൂപത്തിലേക്ക് എത്രയോ 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 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ, കിണ്ണത്തില് പാലെടുത്തുകൊണ്ട് അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്നുള്ളതായ ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. എന്താ നോക്കിയപ്പോഴാണ് കർണം പാർത്തങ്ങു നിൽക്കുന്ന അവസ്ഥയിൽ ആ വാതിലിൻ്റെ ഒളിവില് ഇരുന്നു കൊണ്ട് ഊതി ഊതി കുടിക്കും കണ്ണൻ കല്യാണപൂർണൻ. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. യശോദ പണ്ട് കൃഷ്ണനോട് പറയുന്ന ഒരു കഥ എന്താണ്? നാരായണ എന്നു ജപിക്ക കാവേ എന്നാരോമലോടായി പറയും യശോദ. നാണം കുണുങ്ങിയിട്ടു ചിരിക്കും അപ്പോൾ നാരായണൻ താനിതു വാസുദേവൻ. ഇത് കുട്ടിക്കാലത്ത് ഞങ്ങളെ കാണാണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു ശ്ലോകമാണ്. അറിയാലോ? ശ്ലോകം അറിയണ്ടോ? കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നാരായണ എന്നു ജപിക്ക കാവെന്നാരോമലോടായി പറയും യശോദ. നാണം കുണുങ്ങിയിട്ടു ചിരിക്കും അപ്പോൾ നാരായണൻ താനിതു വാസുദേവൻ. ചെല്ലാൻ പറഞ്ഞ നാരായണ എന്ന് ജപിക്കാമെന്ന് ആരോമലോടെ പറയും യശോദ. നാണം കുണുങ്ങി ചിരിക്കാമെന്ന് നാരായണൻ താനിതു വാസുദേവൻ. ഇങ്ങനെയൊക്കെ അവസാനം ചൊല്ലി ചൊല്ലി തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഡ്യൂട്ടി. കുറച്ച് കഴിഞ്ഞു ഇതിൻ്റെ ഓരോരോ പദങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ്? കാവേ എന്നുള്ള ആ വിളി എവിടെയോ കേട്ടു. കുട്ടിയോളെ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഉണ്ണി നീ നാമം ജപിക്കൂ എന്നാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം. നാരായണ എന്നു ജപിക്ക കാവേ, വലിയ ഉണ്ണി നീ നാമം ജപിക്ക. ഇതാണ് യശോദ പറഞ്ഞത്.
നാരായണ എന്നു ജപിക്ക കാവേ എന്നാരോമലോടായി പറയും യശോദ. തൻ്റെ ഉണ്ണിയോട് യശോദ പറഞ്ഞ ഒരു വാക്യാണ്, ഉണ്ണി നാമം ജപിക്കൂ. അപ്പൊ എന്താ ഉണ്ണി ചൊല്ലിയേ? നാണം കുണുങ്ങിയിട്ടു ചിരിക്കും. നാണം പിടിച്ചിട്ട് ചിരിച്ചു നിൽക്കുക, അല്ലാണ്ട് നാമം ജപിച്ചു എന്ന് തോന്നിയില്ല. നാരായണൻ താനിത് വാസുദേവൻ, ഞാൻ തന്നെയാ വാസുദേവൻ, ഈ പറയണ നാമത്തിന്റെ ആള് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഈ കഥകളിലേക്ക് പോയപ്പോ നാണം കുണുങ്ങിയിട്ടു ചിരിക്കും, അപ്പോൾ നാരായണൻ ഞാൻ, നാരായണൻ ഞാൻ, ഞാൻ. കുട്ടികളെ ഞാൻ എന്ന് പറയാൻ പറ്റില്ല അവർക്ക്, അവരെ ഞാൻ ഞാൻ എന്നാ പറയാ. അപ്പൊ ആ ഉണ്ണി പറയുന്നത് നാരായണൻ എവിടെയാ? ഞാൻ, ഞാനമ്മേ, ഞാനമ്മേ. ആ വാസുദേവൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ ശീലുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇതാ കൊത്തി വയ്ക്കുന്ന എത്രയോ 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 ചിത്രങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ പുറംമൂടി മാത്രമാണ് നമ്മൾ കാണുന്നത്, അകത്തേക്ക് ഇറങ്ങണില്ല. കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുമ്പോ കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം പ്രധയൻ. കൃഷിധാതുവിന്റെ അതുകൊണ്ട് ഈ പറയുന്ന ഈ കൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ണ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നു സത്ത് ചിത്ത് ആനന്ദം. ആ ആനന്ദത്തിന് പറയണ പേരാണ് കൃഷ്ണ എന്നുള്ളത്. താരകം ഏതാണ്? രാമ എന്നുള്ളത്. ഇത് രണ്ടും കോർത്തിണക്കിക്കൊണ്ട് ഗോപികമാരുണ്ടാക്കിയ ഒരു കാവ്യമുണ്ട്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിന് പറയണ പേരെന്താ? കലികാല കൽമഷ സന്തരണ ഉപനിഷത്ത്. കലികാലത്തെ കൽമഷങ്ങളെ, മാലിന്യങ്ങളെ മുഴുവനും നമ്മളെ ഇല്ലാണ്ടിയാക്കാൻ സഹായിക്കുന്ന ഉപനിഷത്താണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് കേവലം നാമമാണ് അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ അർത്ഥതലങ്ങള് കണ്ടെത്തിയപ്പോ, ആ ആനന്ദം ആസ്വദിക്കാൻ സാധിച്ചപ്പോ ഇല്ലേ, അറിയാണ്ടേ ആണെങ്കിൽ ആ ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ എത്തി ആ കൃഷ്ണാന്നെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റണില്ലേ? അപ്പൊ നമ്മുടെ സ്വാദ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പോഴേക്കും ഇവിടെ നിന്ന് വേണോ, നമുക്ക് അപ്പോഴേക്കും തോന്നും. നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇതിനെല്ലാം വിഘാതമായി നിൽക്കുന്നതാണ്. ഇവയ്ക്കൊക്കെ എവിടെയാണ് നിലനിൽപ്പുള്ളത്? ഒന്ന് ഉണർവിലും ഒന്ന് സ്വപ്നത്തിലും. അപ്പൊ ഉണർവും സ്വപ്നവും ഈ രണ്ട് അവസ്ഥകളാണ് നമുക്ക് കൃഷ്ണന്റെ അടുക്കിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ഈ രണ്ട് അവസ്ഥകളെയും തരണം ചെയ്യാൻ സാധിച്ചാൽ പാടും ഞാൻ നാരായണ നാമം, വാതാലയേശന്റെ പൊന്നു തീരുമേനി പാദാദികേ ശാന്തം ചിന്ത ചെയ്ത പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. ഈ നിത്യാനന്ദത്തിന്റെ അനുഭവത്തിലേക്കാണ് ഭാഗവതം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ ഇവിടെ ഇന്നിപ്പോ ഏകാദശം വായിച്ചിട്ടുണ്ട്. ഏകാദശത്തില് ഉദ്ധവൻ ഭഗവാന്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിക്കണു, എന്തൊക്കെയാണ് ഞാനിത് പഠിക്കേണ്ടത്? അങ്ങ് ഈ ലോകം വിട്ടു പോവുകയാണെച്ചാൽ എന്നെയും കൂടി കൊണ്ടുപോവണേ എന്ന് പറഞ്ഞപ്പോ അവിടെ കൃഷ്ണൻ അദ്ദേഹത്തിന് ദത്താത്രേയ ഗീത പറഞ്ഞു കൊടുക്കുന്നു. സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിത. എനിക്ക് അനവധി ഗുരുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞു തന്ന ആ ദത്താത്രേയനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഈ ദത്താത്രേയന്റെ ഈ കഥ ഇത് നമ്മൾ കേട്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞു? പാറ്റയെ കണ്ടു, ഈച്ചയെ കണ്ടു, ഇതെല്ലാം ഗുരുക്കന്മാരാണ് എന്ന് പഠിപ്പിച്ചു തന്നതുപോലെ നമ്മളെയും പഠിപ്പിച്ചു തന്നു. ഈ 24 എണ്ണാണോ ഗുരുക്കന്മാര്? 8 കാലിയിൽ നിന്ന് എന്തു പഠിച്ചു എന്നാ പഠിച്ചത്? 8 കാലി വീട്ടിൽ 8 കാലി ഉണ്ടോ? ഇല്ലാന്നോ? ഉണ്ടോ? ഉണ്ടാവും. ഇപ്പൊ നോക്കാറില്ല.
ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അടിച്ചു വരാറില്ല. അടിച്ചു വാരിയെങ്കിൽ ദിവസം അടിച്ചു വാരി അവിടെ എട്ടുകാലി കൂട്ടുവോ? ഇല്ല. അപ്പൊ ഇത് തന്നെയാണ് എട്ടുകാലിയുടെ വല എന്ന് പറഞ്ഞാൽ. എന്താ? നമ്മുടെ ചിന്തകളുടെ വലയാണ്. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ചേർന്ന ആ വലയാണ് എട്ടുകാലിയുടെ വല എന്ന് പറയുന്നത്. അതിനവിടെ കൂടുകൂട്ടാൻ അവസ്ഥ ഇല്ലാണ്ടിയാക്കിയാലോ? നിർമ്മലമായി ശുദ്ധേ മനസി ഗോവിന്ദ സഹസൈവ പ്രകാശതേ. ഇത് എട്ടുകാലി നൽകുന്ന ഒരു പാഠം. യഥാ ഊർണനാഭി സൃജതേ ഗൃഹതേച്ച എന്ന് ഉപനിഷത്തിൽ പറയണു. ഈ ലോകം ഈശ്വരൻ ഉണ്ടാക്കണു. എട്ടുകാലി തൻ്റെ ഉള്ളിലെ പശ ഉപയോഗിച്ച് വല നെയ്യണു. ആ വലയിൽ പെടുന്നതായ ജന്തുക്കളെ തിന്നണു. ആ വശ ഉപയോഗിച്ചുണ്ടാക്കിയ വല തൻ്റെ ഉള്ളിലേക്ക് ആക്കണു. ഇതേപോലെ ചലിപ്പിക്കും ചില്ലി കൊണ്ടു ചമയ്ക്കുന്ന ചരാചര ചലച്ചിത്രം. അതാണ് ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ഈ ലീല എന്ന് പറയുന്നത് ഇതാണ് എന്ന് എട്ടുകാലിയുടെ കഥയെ കൂടെ പഠിപ്പിച്ചു. ഇനി ഇതാ ഒരു യവന കഥയിലേക്കൊക്കെ പോയ ഒരു ഗുഹയിൽ ഒളിച്ച ഒരു രാജാവ് തോറ്റ് പോയ ആ രാജാവ് ഗുഹാമുഖത്ത് എട്ടുകാലി വല കെട്ടണ കണ്ടു. അതിന് വീണു പോവണു. എത്രയോ പരിശ്രമിച്ച അവസാനം ആ വല കെട്ടിയതായ എട്ടുകാലിയുടെ കഥയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ശത്രുവിനെ തോൽപ്പിച്ചതായ ഒരു രാജാവിൻ്റെ കഥ കേട്ടിട്ടില്ല? എന്നാ രാജാവിൻ്റെ കഥ നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പോ ഇതവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാഭാരതത്തിൽ പറയാണ്, എട്ടുകാലിയെ പോലെ വെറുതെ ഈ ജീവിതം കളയരുത് കേട്ടോ എന്ന്. എന്താണ്? കയ്യിലുള്ളത് മുഴുവനും ഉപയോഗിച്ച് അവിടെ എവിടെയൊക്കെ വലയൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലെ ഈ വല നെയ്യാനുള്ളതായ പശ തീർന്നു പോയി. പിന്നെ താഴെ കൂടെ നടക്കുക, ആൾക്കാരുടെ കാലിൻ്റെ അടിയിൽപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് അനാവശ്യമായി ഉപയോഗിച്ച് നശിക്കരുത് എന്ന് പഠിപ്പിച്ച എട്ടുകാലിയെ പോലെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തണം എന്ന് നമ്മളെ പഠിപ്പിച്ചതായ ഈ പാഠങ്ങൾ ഇവിടെ ഒന്നേ പറഞ്ഞു തരണല്ലോ. അതിൻ്റെ അപ്പുറത്തേക്കും ഈ പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ ഇല്ലേ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണില്ലേ? കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രമേതദ് വിദ്യാർത്ഥി ലക്ഷണം. വിദ്യാർത്ഥി ആവുമ്പോ അവൻ ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട, അങ്ങനെ ഉറങ്ങാൻ പാടില്ല. കുട്ടികളായ വിദ്യയ്ക്ക് അധ്യയനം ചെയ്യുന്ന കുട്ടികളെ അങ്ങനെ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാൻ പാടില്ല. ജാഗരൂകതയാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും സാരല്ല. അതെന്താണ്? അങ്ങനെ ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ? ആലസ്യം അവനെ ബാധിക്കാൻ തുടങ്ങുകയും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ, മനസ്സ് കുറച്ചും കൂടി ആവട്ടെ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ഇതെന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പിടിവിൽപ്പെട്ടു, നമ്മുടെ മനസ്സിൻ്റെ പിടിയിൽപ്പെട്ടു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. അതായത് ജാഗ്രതത്തിലും സ്വപ്നത്തിലാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ നേരത്തെ എണീറ്റാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അപ്പം കിട്ടുന്ന ഒരു സുഖമുണ്ട്. എന്നോട് പണ്ട്, ഞാൻ രാവിലെ നേരത്തെ എണീക്കണ ആളോ എന്നല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരണേ. ഞാൻ രാവിലെ ഒരു 8-8:30 ആയിട്ട് എണീക്കുള്ളൂ. കാരണം 5 മണിയായിട്ടാണ് കിടക്കാറ്. പിന്നെ എങ്ങനെ എണീക്കുക? അപ്പോൾ എന്തായാലും രാവിലെ 3 മണിക്ക് എണീക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അത്ര ഒരു 3-3:30 എണീറ്റാൽ എണീക്കാറുണ്ടോ? ഇല്ല. അതൊക്കെ ആ സമയത്ത് കിട്ടണ ഉറക്കത്തിനൊരു സുഖമുണ്ട്. അതാ നമ്മൾ പറയാറ് അല്ലേ? അവിടെ നമ്മൾ ആ ഉറക്കത്തിന് അടിമപ്പെടുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ മനസ്സിനും നമ്മൾ എന്ത് ചെയ്യണു? അടിമപ്പെടുകയാണ്. ഇതിനെ ഒന്ന് ഓവർകം ചെയ്തു നോക്കൂ. ആദ്യം ചോദിച്ചു, രാവിലെ നേരത്തെ എണീറ്റ് എന്താ കിട്ടുക? ഒന്നും കിട്ടുന്നില്ല, ഉറക്കം പോയി കിട്ടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഒരു ഉണർവ് ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ രാവിലത്തെ സൂര്യപ്രകാശം ഏറ്റാൽ വിറ്റാമിൻ ഡിയോ ഏതാണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ പതിവുണ്ട്. പണ്ട് ഏതാ ഒരു കൈമുക്കോ അദ്ദേഹം ഒരു പറഞ്ഞ പോലെ, എന്താ പപ്പനാഭ അവിടെ ഒരു തീകോളം? തിരുമേനി, അത് സൂര്യനാണ്. എന്താ സൂര്യ അവിടെ? മുകളിലാണ് നിൽക്കണേ. കാരണം 12 മണിക്ക് എണീക്കാറ്. നോക്കുമ്പോൾ ദിവസം പതിവ് അവിടെയാ. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ സൂര്യനെ കാണുന്നത് ഉച്ചയിലാണ്. അപ്പൊ അതല്ല, ആ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുമ്പോൾ ആ രശ്മികളിൽ പകർന്നു നൽകുന്നതായ ആരോഗ്യദായകമായ എത്രയോ 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 ഗുണങ്ങള് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അവിടെ ഒരു ഇതിൽ പറയുന്നുണ്ട്, നമസ്കാര പ്രിയോ ഭാനു
ജലധാരാ പ്രിയോ ശിവ, അലങ്കാര പ്രിയോ കൃഷ്ണ, ബ്രാഹ്മണോ മോദകപ്രിയ. ഇവിടെ പ്രിയത്വം, മോദം, പ്രിയം തുടങ്ങിയിട്ടുള്ള ഈ പദങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. മോദം എന്ന് പറഞ്ഞാൽ എന്താ? സുഖം, ആനന്ദം. എത്ര ആനന്ദം ഉണ്ട്? നേരത്തെ ചോദിച്ചില്ലേ എത്ര സന്തോഷമുണ്ട്? ഒരു ചെറിയ നുള്ളി, നമുക്ക് കാല് തരിക്കുമ്പോൾ നുള്ളി, എത്ര സന്തോഷമുണ്ട്. വേറൊരാളോട് വന്ന് നുള്ളാൻ പറഞ്ഞു, സുഖമായി. അപ്പോഴാണ് അപ്പുറത്തിരിക്കണ ഒരാള് കൈയൊക്കെ കഴിഞ്ഞ് മാറിയപ്പോഴാണ് എന്നോടല്ലേ നുള്ളാൻ പറഞ്ഞേ, നുള്ളി. സന്തോഷായോ? ഉണ്ടായോ? വേദനയാണ് ഉണ്ടായേ, അല്ലേ? അല്ലേ? ഇവര് ചെയ്തത് എന്താ? എല്ലാവരും നുള്ളു തന്നെയാ ചെയ്തത്. പക്ഷെ അവിടെ ആ സന്തോഷത്തിന്റെ താരതമ്യമുണ്ട്. ഇപ്പൊ സന്തോഷം അല്ലാണ്ടായേ, സന്തോഷത്തിന്റെ അഭാവമാണ് ഉണ്ടായേ. ഇപ്പൊ നുള്ളത് ചിലപ്പോ സന്തോഷമാവണു, ചിലപ്പോ സുഖമാവണു, ചിലപ്പോ ദുഃഖമാവണു. അപ്പൊ ഇതിനെ നിയന്ത്രിക്കണത് ഏതാ? നമ്മുടെ മനസ്സാണ്. അപ്പോൾ ആ മനസ്സിന്റെ നിയന്ത്രണമാണ് ഈ കഥകളിൽ മുഴുവനും സൂചിപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഭാഗവതത്തിലെ 8-ാമത്തെ സ്കന്ധത്തില് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു സദാചാരങ്ങളെ കുറിച്ചിട്ടാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ അവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു ഇതെല്ലാം അനാചാരം ആണ് എന്ന് പറയാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. രാവിലെ നേരത്തെ എണീക്കണത് അനാചാരമാണ്, ഇങ്ങനെ വിഗ്രഹാരാധന അനാചാരമാണ്, ഗോവർദ്ധനത്തൊക്കെ വച്ചുണ്ടാക്കിയിട്ട് പൂജ കഴിക്കുന്നത് അനാചാരമാണ്, ഭാഗവതം എന്താ സംഗീതമായി വായിക്കുന്നത് അനാചാരമാണ്. ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കാനാണ് നമ്മളുടെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ എല്ലാവരും നമ്മൾ വ്യാഖ്യാനിക്കണം. അതല്ല, ഇതൊക്കെ ഉപാസകാനാം സിദ്ധ്യർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന. കൃഷ്ണനായിട്ടും അതേപോലെ ബലഭദ്രസ്വാമിയായിട്ടും ഖൽഗിയായിട്ടും ഇവിടെ ദശാവതാരം ചാർത്തിയില്ലോ. മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയിട്ട്. എന്തിനാ ഈ അവതാരങ്ങള്? ഈ അവതാരങ്ങള് പ്രകൃതിയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരീയമായ അംശത്തെ തൊട്ടറിയാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം മത്സ്യത്തെ. ഈ മത്സ്യം ആരാണ്? ആരാണ്? ഈ ഗുരുവായൂരപ്പൻ മത്സ്യമായിട്ട് അവതരിച്ചിട്ട് എന്താ ചെയ്തേ? ചെറുതായിട്ട് വന്നു, വലുതായിട്ട് പോയി, എങ്ങോട്ടോ പോയി. അതിന്റെ അപ്പുറത്ത് എന്താണ് മത്സ്യാവതാരത്തിന്റെ രഹസ്യം, അല്ലെങ്കിൽ അതിന്റെ താല്പര്യം എന്തായിരുന്നു? ബ്രഹ്മാവ് ഉറങ്ങിക്കിടക്കുമ്പോ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വേദങ്ങള് അപഹരിച്ചു കൊണ്ടുപോയ ഒരു ഹയഗ്രീവന്റെ ചരിത്രം അവിടെ എടുത്തു പറയുന്നുണ്ട്. ആ ഹയഗ്രീവനെ കൊല്ലാനാണ്, ആ വേദത്തെ വീണ്ടെടുക്കാനാണ് ഭഗവാന്റെ ഈ ഛഷാവതാരം അവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഓർമ്മയെ, അറിവ്, അതിനെ തട്ടിക്കൊണ്ട് ആസുര പ്രഭൃതികൾ പോകുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഓർമ്മയെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഗുരുവായൂരപ്പന്റെ കഥകൾ കേൾക്കുമ്പോൾ ഈ മത്സ്യത്തെ പോലും നമുക്ക് ഭഗവാനായിട്ട് കാണാൻ സാധിക്കുമ്പോൾ, കൂർമ്മത്തെ പോലും എന്താ ബോംബെയിലൊക്കെ ചെന്നാൽ ഏത് മാലിന്യത്തിന്റെ ഉള്ളിലാണ് ഈ പന്നിക്കുട്ടന്മാർ കിടക്കുന്നത്. അപ്പൊ ഈ മാലിന്യത്തിൽ കിടക്കുന്ന പന്നിക്കുട്ടന്മാര്, പോത്രിപ്രവരന്മാര്, കിടിപ്രവരന്മാര്, ഇതെല്ലാം ഗുരുവായൂരപ്പന്റെ സ്വരൂപമാണ് എന്ന് പറഞ്ഞു തരണമ്പോ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എൻ്റെ ചുറ്റിലും എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതും അല്ലെ, ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്നെന്നിലേക്കുള്ള ദൂരം കണ്ട. ഗുരുവായൂർക്ക് പോകണമെന്നില്ല, തൊട്ടടുത്തും ആ ഈശ്വരനെ കണ്ടെത്താൻ പറ്റും. ഗംഗയിൽ കുളിക്കണമെന്നില്ല, ഗംഗയെ യമുനയെ ചെയ്യുക ഗോദാവരി സരസ്വതി, ഇവിടെ തന്നെ ഗംഗയിൽ കുളിക്കാൻ സാധിക്കും. അപ്പോ ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരീയമായ അംശത്തെ തൊട്ടറിയാൻ വേണ്ടി പല കഥകൾ അവിടെ വർണ്ണിച്ചു തരികയാണ്. ഒരാളുടെ മനസ്സ് നന്നായാൽ അവൻ നേരിയായി, ഒരാളുടെ ബുദ്ധി നേരിയായാൽ അവൻ നേരിയായി, ഒരാളുടെ ശരീരം ശുദ്ധമായാൽ അവൻ നേരിയായി, ഒരാളുടെ ഇന്ദ്രിയങ്ങൾ നേരിയായാൽ അവൻ നേരിയായി. അപ്പൊ ഈ 4 കരണങ്ങളിലൂടെയാണ് നമ്മളെ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നത്. ഏതൊക്കെയാ? മനസ്സ്, ബുദ്ധി, ശരീരം, ഇന്ദ്രിയങ്ങള്. ഇതിനല്ലേ ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ
ഏതന്യൽ തന്വാ വാച ധിയാവാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. വിഷയങ്ങളെ ആശ്രയിക്കുന്നത് അത് ഏറ്റവും വലിയ ക്ഷുദ്രതയല്ലേ, അറിവില്ലായ്മയല്ലേ? ഇത് ഭട്ടതിരിപ്പാട് ചോദിക്കണു. അപ്പൊ ഈ 4 കരണങ്ങളെയും നേർവഴിക്ക് പിടിച്ചു നിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. നമുക്ക് ഈ ഈശ്വരീയമായ ഭാവത്തെ, ആ കൃഷ്ണ അനുഭവത്തെ തൊട്ടറിയണച്ചാൽ ഈ 4 ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തണം. അപ്പൊ എന്ത് വേണം? അതിനു വേണ്ടിയിട്ട് അവിടെ സദ്ധർമ്മം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 8-ാമത്തെ അധ്യായം ഇതേപോലെ ഓരോന്നിലുണ്ട്. ഈ 4-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുരഞ്ജനോപാഖ്യാന കഥ പറയുന്നുണ്ട്. ഒരു ജീവൻ, ആ ജീവന്റെ ഗതി അതിനനുസരിച്ച് പയ്യീച്ച പൂച്ച പുലി വണ്ടലി ഞണ്ടു പച്ച പയ്യെന്നു തൊട്ട് ഫലമാതിരിയായ ജന്മം പയ്യെ കഴിച്ച, പിന്നെ പുരുഷാകൃതിത്വം, ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ഈ വിഷയങ്ങളുടെ പുറകെ നടക്കുകയാണല്ലോ. പുരം പണിത് നടക്കുന്ന പുരഞ്ജനനെ മുൻനിർത്തിക്കൊണ്ട് ഈ കഥകൾ പറഞ്ഞു തരുമ്പോ നമ്മൾ അവിടെ കേൾക്കല് മാത്രമേ ഉള്ളൂ, അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ താല്പര്യം ചോദിച്ചാൽ എത്ര പേർക്ക് പറഞ്ഞു തരാൻ പറ്റും? അവിടെ ഒരു വെളുത്ത കറുത്ത 2 ഭടന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരാരാ? പുരഞ്ജനോ? പുരഞ്ജനെ ആ ഇവിടെ ആക്രമിച്ചതായ കറുത്തതും വെളുത്തതുമായ സൈന്യം രാത്രിയും പകലും. അപ്പൊ നമ്മുടെ ശരീരത്തെ ആക്രമിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ ദിവസങ്ങളെയാണ് അവിടെ രാത്രിയായിട്ടും പകലായിട്ടും കറുത്ത വസ്ത്രം ധരിച്ച യോദ്ധാക്കളായിട്ടും വെളുത്ത വസ്ത്രം ധരിച്ച യോദ്ധാക്കളായിട്ടും വർണ്ണിക്കണത്. അപ്പൊ ഈ കഥകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ പ്രതീകാത്മകമായി പറഞ്ഞു തരുന്നതായ ഈ കഥകള്, അവിടെയാണ് ആദ്യത്തെ ചോദ്യത്തിന് മറുപടി. നാരായണ എന്ന് ജപിച്ചാലാണോ മുക്തി കിട്ടുക എന്ന് ചോദിച്ചാൽ, നാരായണ എന്ന് ജപിച്ചത് കൊണ്ട് മുക്തി കിട്ടില്ല. നാരായണനെ കാണാൻ സാധിക്കണം. നാമാനി രൂപാണി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേദസംഗ. നിമായിയോട്, സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കുകയുണ്ടായി, അങ്ങ് നല്ല സുന്ദരക്കുട്ടപ്പനാണല്ലോ, ഈ ചപ്പളാങ്കട്ടെങ്കിലേക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇതിന് പരം വേറെ എന്തെങ്കിലും ചെയ്ത് നടക്കരുത് എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വദനം എന്താ ഗളദശ്രുധ നയനം ഗളദശ്രുധാരയ വദനം ഗൽഗദരുദ്ധയാ ഗിര. കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയണത് അത് ആ ഒരു ആനന്ദത്തിന്റെ അനുഭവമുണ്ട്. കൃഷ്ണ എന്ന് നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് മറ്റൊന്നിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹരേ രാമ എന്ന് പാടി ആ നാമത്തിന്റെ മാധുര്യം നമ്മളുടെ നാവില് എഴുതി തന്നതായ എത്രയോ ആചാര്യന്മാര്. ഇവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഇതൊരു ഉണർവിന്റെ ഒരു പ്രക്രിയയാവണം. നമ്മളിവിടെ 10 ദിവസം, 10 എന്ന് പറഞ്ഞാൽ എന്താ? 10 ഇന്ദ്രിയങ്ങള് അല്ലേ? ആണോ? 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്. ഇവയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് 10 ദിവസം എടുത്തത്. 10 ദിവസം വച്ചേക്കണം അതിനാണ് ഭഗവാന്റെ 10 അവതാരങ്ങള്. ഇനി 10 എന്ന് പറഞ്ഞാൽ എന്താ? മുക്തി എന്നാണ് അർത്ഥം. ആ മുക്തിയുടെ സോപാനത്തിലേക്ക് നമുക്ക് കുതിക്കാറാവണം. അവിടെയാണ് ഭാഗവത ശ്രവണത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ ഈ കഥകള് ഇനി ഇവിടെ 10 ദിവസം കഴിഞ്ഞാൽ പൊടി തട്ടി പോവുകയല്ല വേണ്ടത്, മറിച്ച് ഇതേപോലെയുള്ള സജ്ജന സംസർഗം അല്ലെങ്കിൽ സത്സംഗം നമ്മുടെ അമ്പലങ്ങളിൽ എന്നും ഉണ്ടാവണം. അറിവുള്ളവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരത് കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ സംശയങ്ങൾ ചോദിക്കും, നമുക്ക് അറിയണമെന്നില്ല, അറിയില്ല നോക്കിയിട്ട് പറയാട്ടോ. അവിടെയാണ് വിചാരങ്ങൾ ആരംഭിക്കണത്. അപ്പൊ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അറിവുള്ളവരോട് ചോദിക്കുന്നു. ഇവിടെ നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒരു തെറ്റെന്താണ്? പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരില്ലാണ്ടിയായി, ചിന്തിക്കുന്ന ഒരു സമൂഹം ഇല്ലാണ്ടിയായി. അവിടെയാണ് ഇതൊന്നും ചെയ്യണ്ട, നന്നായി, നമുക്കിതാണ് ആവശ്യം, വേണ്ട എന്ന് പറയിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെയ്യൂ എന്ന് പറയണവരോട് നമുക്ക് വിരോധവും തോന്നുന്നു. അതൊക്കെ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോ ഇവിടെ ഇപ്പൊ ഈ എത്ര മണി വരിക? അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വപ്നത്തിലും അതേപോലെ ഉണർവിലും മാത്രം ജീവിക്കുന്ന ജന്തുക്കളാണ് നമ്മൾ.
കണ്ണു തുറക്കണുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ആനന്ദ അനുഭവത്തിലേക്ക് നമുക്ക് കയറാൻ സാധിച്ചില്ല. ആ ആനന്ദ അനുഭവം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭക്തി മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗിരീയസി. മോക്ഷസാധന സാമഗ്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തിയാണ്. അപ്പൊ ഇവിടെ എഴുതി വെച്ചു, ഭക്തിയാ ഭാഗവതം ജ്ഞേയം. ഭാഗവതം കേൾക്കേണ്ടത് എങ്ങനെയാണ്? വിമർശന ബുദ്ധിയോട് കൂടിയിട്ടല്ല, ഭക്തിയോട് കൂടിയിട്ടാണ്. അപ്പോ ശങ്കരാചാര്യ സ്വാമികളോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞു ഭാഗവതം മോക്ഷസാധന സാമഗ്രികളിൽ വെച്ച് ഏറ്റവും നല്ലത് ഭക്തിയാണ് പറഞ്ഞില്ലേ, എന്താ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? അപ്പൊ അദ്ദേഹം എഴുതി, എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. ആരാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിലാണ് ഈ ആനന്ദം നമുക്കുണ്ടാവണത്. ഹൂ ആർ യു എന്ന് ചോദിക്കാൻ നമുക്ക് കഴിവുണ്ട്. ഹൂ ആം ഐ എന്ന് ഇതുവരെ നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. രമണ മഹർഷി എഴുതിയ ഒരു കൃതിയുടെ പേരും കൂടിയാണത്, ഹൂ ആം ഐ എന്നുള്ളത്. ഞാൻ ആര്? ഞാൻ എന്നെ തേടി നലഞ്ഞു. അതേ പണ്ട് പറഞ്ഞില്ലേ, പണ്ട് ഒരാൾ പറയണ്ടായി, ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന വികാരം എന്താ? നമുക്കൊരു ഉണ്ണി ഉണ്ടായി. ഈ ഉണ്ണി ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിൽ, അച്ഛനമ്മമാരുടെ മനസ്സിൽ ഉണ്ടാവുന്ന വികാരം എന്താ? പറയൂ. വ്യസനോ ആണോ? ഞാൻ പറയുന്നു പേടിയാണ്. സന്തോഷമൊക്കെ വരും പോവും. ഈ ഹാലിസ് കോമറ്റ് വരുന്നത് പോലെ 72 വർഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന, ഇവൻ നേരെയാവോ, പഠിക്കുവോ, ഈ ഒരു പേടി അപ്പൊ തുടങ്ങില്ലേ. സംയോഗം ഉണ്ടാവുമ്പോഴോ അതെ, ഉണ്ണി ഉണ്ടാവുമോ. അപ്പൊ ഇത് വച്ചിട്ട് പണ്ടൊരു കവി എഴുതി, ഒരു ഭയപ്പാടിൻ്റെ ഒരു സന്തതിയാണ് ഓരോരോ സൃഷ്ടിയും എന്നുള്ളത്. ഭയമാണ്. അപ്പൊ അങ്ങ് പറഞ്ഞില്ലേ മരണഭയം. ഈ മരണഭയം അവിടെ ജന്മത്തോടു കൂടി തുടങ്ങുകയാണ്. അപ്പൊ ജന്മം ഉണ്ടെങ്കിൽ എന്തുണ്ട്? മരണമുണ്ട്. അപ്പോ ജന്മമേ ഇല്ല എന്ന് പഠിപ്പിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ന ജായതേ മ്രിയതേ വാ കദാചിൽ എന്നുള്ളതായ ശ്ലോകം. അതിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോ ഈ ഭയപ്പാടിൻ്റെ സന്തതികളാണ് നമ്മൾ ഓരോരുത്തരും. അച്ഛൻ്റെയും അമ്മയുടെയും വികാരങ്ങളാണ് നമ്മളുടെ ഓരോരോ ഉണ്ണികളുടെയും കുട്ടികളുടെയും സ്വഭാവ രൂപീകരണത്തിന് ജീനുകളായിട്ട്, ക്രോമസോമുകളായിട്ട് എല്ലാം അതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ടാണ് നമ്മളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ അവരുടെ ചിന്തകൾ ബാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ആ ഭയമല്ലേ നമ്മുടെ ജീവിതത്തെയും ബാധിക്കണത്? നമ്മുടെ ജീവിതത്തിനും തടസ്സം അതല്ലേ? അപ്പൊ ഇതിന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? ഈ വികാരങ്ങളെ അപ്പൊ പറഞ്ഞു കൊടുത്തു, ചിലത് ഔഷധം സേവിച്ച് നേരിയാക്കാൻ പറ്റും, ചിലത് അതുകൊണ്ടും കാര്യമില്ല. ചിലത് നല്ല നല്ല ചിന്തകളെ കൊണ്ട് കാര്യം സാധിക്കും, ചിലത് അതും കൊണ്ടും പറ്റില്ല. ചിലത് സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് മാത്രം. അല്ലേ, കുറൂരമ്മ ഒരു ഇത്തിരി മലര് കൊടുത്തു, സ്വാമിയാരെ ഇത് കഴിച്ചോളൂ, വയറ്റിൽ വേദന മാറും. അദ്ദേഹം അത് കഴിച്ചു, വയറ്റിൽ വേദന മാറി. ഏതോ ഒരാളുടെ ഇപ്പൊ വില്യമംഗലത്ത് സ്വാമിയാർ ചോദിച്ചു കൃഷ്ണനോട്, അങ്ങല്ലേ പറഞ്ഞത് ഈ വയറ്റിൽ വേദന മാറില്ല എന്ന്? പക്ഷെ അദ്ദേഹത്തിന്റെ വയറ്റിൽ വേദന മാറിയില്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് വളരെ കാലം അദ്ദേഹത്തിന് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു. ഏത് ഔഷധം കഴിച്ചാലും മാറില്ല, പക്ഷെ അച്യുതാനന്ദ ഗോവിന്ദ എന്നുള്ള നാമം ജപിച്ചത് കഴിച്ചാൽ മാറില്ല എന്ന് ഞാൻ പറഞ്ഞു. ഭഗവാന്റെ യുക്തി അതാണ്. അപ്പൊ ഇതേപോലെ അവൻ അമ്പലത്തിൽ പോയി. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? അവൻ 7 മണിക്ക് അമ്പലത്തിൽ പോയി. എന്താ ഭാഷ അതിന്റെ അർത്ഥം? ഒന്ന് പറയൂ അങ്ങോട്ട്. അവൻ 7 മണിക്ക് അമ്പലത്തിൽ പോയി. എന്താ അർത്ഥം? ഒന്ന് പറയൂ. 7 മണിക്ക് അമ്പലത്തിൽ പോയി, എന്താ അർത്ഥം? ഒന്ന് പറയൂ.
7 മണിക്ക് ആ അപ്പുറത്തെ അമ്പലത്തിലേക്ക് തൊഴാൻ പോയി. ആ അവൻ 7 മണിക്ക് വേറെ എങ്ങോട്ടും പോയില്ല, അമ്പലത്തിലേക്ക് തന്നെയാ പോയത്. അങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് എടുക്കണം. ഇപ്പൊ ആദ്യത്തെ വാച്യാർത്ഥം എന്താ? 7 മണിക്ക് അമ്പലത്തിൽ പോയി, കഴിഞ്ഞു. അതല്ല, അവൻ വേറെ എങ്ങോട്ടും പോവാണ്ട് 7 മണിക്ക് അമ്പലത്തിലേക്ക് തന്നെ പോയി, ഇല്ലേ? അപ്പൊ ഇതിന്റെ വാച്യാർത്ഥം, ലക്ഷ്യാർത്ഥം, ധ്വന്യാർത്ഥം, വ്യംഗ്യാർത്ഥം എന്നൊക്കെ പറഞ്ഞ അർത്ഥതലങ്ങൾ പറഞ്ഞു തരുമ്പോ ഉമ്മറപ്പടി തട്ടി വീണോ എന്ന് പറഞ്ഞാൽ തട്ടി വീഴാണ്ടിരിക്കാനുള്ളതാണ്. അപ്പൊ ഇതേപോലെ പരോക്ഷവാദോ വേദോയം, പരോക്ഷമായി പറഞ്ഞു തരുന്ന ഈ കഥകളുടെ സാരാംശം, അവിടെയാണ് വിവേകത്തിന് വേണ്ടിയിട്ട് ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞത്. അതാണ് ഉദ്ധവനോട് പറഞ്ഞത്, സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധി ഉപാശ്രിത. ബുദ്ധി ഉപയോഗിക്കൂ. ബുദ്ധി പറഞ്ഞാൽ എന്താ? നിശ്ചയം ഉണ്ടാക്കണത്, ഉറപ്പുണ്ടാക്കണ ഇന്ദ്രിയത്തെയാണ് പേര് പറയണത് ബുദ്ധി എന്ന് പറയണത്. അപ്പൊ ഇവിടെ എന്തു പറഞ്ഞു? ഇതിന്റെ ഉറപ്പ് പലതും കേട്ടു. ആ കേട്ടതിൽ വെച്ച് ഏതാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കേണ്ടത്, അതാവാം ഇതാവാം എന്ന് സങ്കല്പിക്കുന്നത് മനസ്സാണ്. അവിടെ ഉറപ്പിക്കേണ്ടത് ഏതുകൊണ്ടാണ്? ബുദ്ധിയെ കൊണ്ടാണ്. അപ്പൊ ആ ബുദ്ധിയെ കൊണ്ട് ഉറപ്പിക്കാൻ ഇവിടെ ഭാഗവതം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഏതാ? സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധി ഉപാശ്രിത. ഇവിടെ നമ്മൾക്ക് ഈ ഭാഗവത ജ്ഞാനയജ്ഞത്തിന്റെ ആ കൊടി ഉയർത്തി താഴ്ത്തുമ്പോ നമ്മൾക്ക് അടുത്തൊരു കൊടി കയറ്റാറാവണം. ഏത്? നമ്മുടെ ജീവിതത്തിന്റെ കൊടി. അവിടെ ആ കൊടിക്കൂറ ഏതാണ്? ബുദ്ധിയുടെ കൊടിക്കൂറയാണ്. ആ ബുദ്ധിയുടെ കൊടിക്കൂറ ഭഗവാന്റെ അനുകൂലമായിട്ടുള്ള കാറ്റേറ്റ് ഇതിങ്ങനെ ഇതാ പാറി പറക്കുമ്പോൾ മയാനുകൂലേന നഭസ്വതേരിതം, അനുകൂലമായ കാറ്റേറ്റ് പായ്വഞ്ചി ആ അക്കരയിലേക്ക് സുഖമായി എത്തിച്ചേരുന്നത് പോലെ ഈ ജീവിതയാത്രയും നമുക്ക് സുഖമായി നമുക്ക് ഭഗവാനിലേക്ക് ചേർക്കാൻ സാധിക്കും. അപ്പോ അനുകൂലമായ ചിന്ത. നമുക്കിപ്പോ ഉള്ളത് എന്താ? പ്രതികൂല ചിന്തയാണ് നമുക്ക്. എന്താ അങ്ങനെയായേ? ഇതാണ് നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. ഇവര് പറയണതൊന്നും ശരിയില്ല, ആരെയും വിശ്വാസമില്ല. നമ്മളുടെയൊക്കെ ഒരു ഹൈന്ദവ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയണില്ല. പൊതുവെ മനുഷ്യരുടെ സ്വഭാവത്തില് നമുക്ക് ആരെയും വിശ്വാസമില്ല. ഇല്ലത്ത് പണ്ട് ഒരു നമ്പൂര് ഇങ്ങനെ വരാറുണ്ട്, അവിടെ കണ്ടതെല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഒരു ദിവസം കുളിക്കാൻ പോയപ്പോൾ ഈ വെടൂരമ്പൂരിയാണോ ശരിയ എന്തായാലും കുളിക്കാൻ വെച്ചപ്പോൾ കയ്യിൽ വാച്ചുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അതെ, ഇവിടെ ഇങ്ങനെ ഒരു നമ്പൂരിയുണ്ട്, കണ്ടത് മുഴുവനും കട്ടുകൊണ്ടു പോകുന്ന ആളാണ്, അയാൾ കക്കാണ്ടിരിക്കാൻ ഇയാൾ ഒന്ന് പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ കള്ളൻ്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാച്ച് പോയില്ല. പുറത്താണ് വെച്ചിരുന്നെങ്കിൽ അതുണ്ടായേനെ. ഇതൊക്കെ ഈ കുട്ടിക്കാലത്ത് പറഞ്ഞു കേൾക്കുന്ന കഥകളാണ്. അപ്പൊ ഈ കഥകള് അപ്പൊ എന്താണ്? ഇത് ആ കള്ളനെ തന്നെ ഈ താക്കോൽ ഏൽപ്പിച്ചാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ ആരാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചുകൊണ്ടു പോകുന്ന ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സിനെ തന്നെ ഇതാ ബുദ്ധിയുടെ സമീപത്ത് പിടിച്ചിരുത്തി, ഇവിടെ ഇരിക്കൂ, ഇതാ ഇതും പിടിച്ചിരുന്നോളൂ, അവിടെ ഇരിക്കും. ബുദ്ധി പറഞ്ഞാൽ ഇവിടെ ഇരുന്നോളൂ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കലാണ്. പിന്നെ ബുദ്ധി കൊണ്ട് നേർവഴി നയിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെയാണ് ആ പറഞ്ഞില്ലേ, മനസ്സും ബുദ്ധിയും അടങ്ങുന്ന, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്ന ജാഗ്രത അവസ്ഥ, മനസ്സ് മാത്രം പ്രവർത്തിക്കുന്ന സ്വപ്നാവസ്ഥ, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കാത്തതായ സുഷുപ്തി അവസ്ഥ. ഈ 3 അവസ്ഥകളാണ് നമുക്കുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. തുരീയം, തുരീയ അതീതം എന്നൊക്കെയാണ് വിഷയം ഇട്ടേക്കണത്. അപ്പൊ ഞാൻ രാമനാഥ സാറിനോട് ചോദിച്ചു, എന്നാൽ ഞാൻ അവിടെ ഒരു 1.5 മണിക്കൂർ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കാം അല്ലേ? ഏറ്റവും മനോഹരമായ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ആ നിശബ്ദ സംഗീതം തന്നെയാണ്. ഈ നിശബ്ദതയാണ് ഏറ്റവും വലിയ ഒരു ആനന്ദം എന്ന് പറയണത്. അപ്പൊ ഇവിടെ ഒന്നും അറിയാതെ കണ്ട് ഉറങ്ങുന്ന ആ അവസ്ഥ സുഷുപ്തി. അതിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരു ആനന്ദത്തിൽ മുഴുകി നിൽക്കുന്ന ഒരവസ്ഥ. അതായത് അങ്ങനെ പറഞ്ഞാൽ ഒരു നല്ല പച്ചപ്പുള്ള ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ഇടയിലേക്ക് ഒരു തത്ത പറന്ന് പോയി. ഈ തത്ത ആ മരത്തിൻ്റെ ഉള്ളിൽ പോയിരുന്നു.
ഈ തത്തയെ നമുക്ക് കാണാൻ പറ്റൂ? പച്ചപ്പ് കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷമാണ്. ഇതാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് അവിടെ ഈ പക്ഷിയായിട്ട് പറന്ന് ചെല്ലുകയാണ്. ഈ പച്ചപ്പിലെല്ലാം ഒന്നാണ് എങ്കിലും ഈ പക്ഷി അവിടെ വേറെയായിട്ട് നിൽക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഈ തുരീയ അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇവിടെ സാക്ഷിയായിട്ട് ആ ഈശ്വരനെ കിട്ടുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ എന്നുള്ളതായ ഭാവം ലയിക്കാതെ കണ്ട് അവിടെ നിൽക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം. ഇവിടെയാണ് ആനന്ദം നമുക്ക് അനുഭവവേദ്യമാവുന്നത്. ശർക്കര മധുരമുള്ളതാണ്. പണ്ട് ഏതോ വെൺമണി കവികൾ ചോദിച്ചില്ലേ, കൽക്കണ്ടം 2 കഷ്ണമായിട്ട് പൊട്ടിച്ചിട്ട് വച്ചതില്ല, ഏത് കഷ്ണത്തിനാ മാധുര്യം എന്ന് ചോദിച്ചാൽ 2 കഷ്ണത്തിനും ഒരേപോലെയാണ്. കൃഷ്ണാവതാരത്തിനോ രാമാവതാരത്തിനോ ഏറ്റവും മാധുര്യം കൂടുതൽ ചോദിച്ചാൽ അത് കഴിക്കുന്ന ആളുടെ ഇതനുസരിച്ചിട്ടാണ് അല്ലേ? നാരായണീയാണോ നല്ലത്, ഭാഗവതാണോ നല്ലത്, സപ്താഹമാണോ നല്ലത്, ദശദിവസമുള്ളതാണോ നല്ലത്, ഈ പറഞ്ഞ ഈ ഗായത്രി ചെല്ലാണ്ടിരിക്കുന്നതാണോ നല്ലത്, ചെല്ലുന്നതാണോ നല്ലത്? ഈ 2 വശങ്ങളിൽ വച്ച് ചോദിക്കുമ്പോൾ രണ്ടും കാമനയോട് കൂടിയിട്ട് ഈശ്വരനെ ഉപാസിക്കുന്നതാണോ കാമന ഇല്ലാണ്ട് ഉപാസിക്കുന്നതാണോ? ഗുരുവിനോട് ചോദിച്ചു, യാഗം ചെയ്യണത് അങ്ങ് പറയണ്ടല്ലോ സ്വർഗകാമോ യജേത, ഇതാണ് ശാസ്ത്രത്തിന്റെ നിർദ്ദേശം. ഒരു യാഗം ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അവിടെ പറയണു ആരാ യാഗം ചെയ്യേണ്ടത്? അധികാരിയായിട്ടുള്ളത് അത് സ്വർഗം ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പിടിച്ച് യജമാനനാക്കി യാഗം ആരംഭിച്ചു. യാഗം ആരംഭിച്ച അദ്ദേഹത്തെ യജമാന പത്നി അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോരോ ഹോമം തുടങ്ങുമ്പോൾ ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഈദം നമ, എന്താ അദ്ദേഹം ചെല്ലിയില്ല, ഓയ്ക്കാൻ പറഞ്ഞു കൊടുക്ക, ചെല്ലുകടാ കൈ പിടിച്ച ഹോമിക്കോ, ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഈദം നമ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ദ്രനായിക്കൊണ്ട് ഹോമിക്കണു, ഇത് ഇന്ദ്രായ സ്വാഹ, ഇന്ദ്രായ ഇതം, ഇത് ഇന്ദ്രനായിട്ടുള്ളതാണ്, നമ എനിക്കുള്ളതല്ല. എനിക്ക് വേണ്ടിയിട്ട് യാഗം കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് ഞാൻ ഇത് ഇന്ദ്രന് കൊടുക്കാനോ? ഞാൻ വയ്ക്കില്ല. ഇങ്ങനെ ഒരാൾ യാഗം ചെയ്താൽ എന്താ ഉണ്ടാവുക? അപ്പൊ നമുക്കറിയാം ഈ യാഗം ചെയ്യണതിന്റെ ഉദ്ദേശം അത് യജമാനന് മാത്രമല്ല എന്നുള്ളത്. പിന്നെ ആർക്കാണ്? അവിടെ ആണ് യജ്ഞമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? പരോപകാരാർത്ഥമിതം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്, സമൂഹാത്മകമായി ചെയ്യുമ്പോൾ അതിനെ യജ്ഞം എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഭാഗവത എന്താ പേര്? ഇതിന്റെ പേര് സത്രച്ച. എന്താ അർത്ഥം? പല ദിക്കുന്ന പല ദേശത്ത് നിന്ന് ആൾക്കാരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. എങ്ങനെ? പല മനസ്സോട് കൂടിയിട്ട് ആണോ? അല്ല, ഏക മനസ്സാവണം. നമ്മൾ ആദ്യം വരുമ്പോ പല മനസ്സുകൾ തന്നെയാണ്. ആ പലത് പോയി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ ഈ 10 അവതാരങ്ങളും ആരുടെയാണ്? കൃഷ്ണ ഖൽഗി ജനാർദ്ദന, ജനങ്ങളുടെ പാപങ്ങൾ മുഴുവനും അർദ്ദനം ചെയ്യുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പന്റെ സ്വരൂപം നമ്മുടെ ഉള്ളിലേക്ക് തുളച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങൾ പറയുന്നത്. മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും എല്ലാം വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതായ ഈ കോൺഫ്ലിക്റ്റുകള്, യുദ്ധങ്ങള്, പരസ്പര വിരോധപരമായിട്ടുള്ള ചിന്താഗതികള് ഇത് മുഴുവനും ഇല്ലാണ്ടിയാവണം. ശങ്കരാചാര്യസ്വാമികളോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞുല്ലോ ഭക്തി അനുസന്ധാന എന്ന് പറഞ്ഞില്ലേ, ആ ഭക്തി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുക? ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുമോ? ആചാര്യസ്വാമികൾ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്കോലം നിജ ബീജസന്തതി. അങ്കോല വൃക്ഷം എന്ന് പറഞ്ഞ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ കീഴിൽ ഇങ്ങനെ കായ്കൾ വീഴും. അതിങ്ങനെ പുറത്തേക്ക് പോയാൽ അത് പോവാണ്ടിരിക്കാൻ ആ വൃക്ഷം തന്നെ അതിനെ ആകർഷിച്ച് പിടിച്ചു നിർത്തും. ഇങ്ങനെയാണ് ഒരു സങ്കല്പം. അപ്പോ അതിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണ്ട കായ്കളെ മുഴുവനും അതിൻ്റെ അടിയിൽ പിടിച്ചു നിർത്തുന്ന ഒരു വൃക്ഷമായിട്ടാണ് അങ്കോല വൃക്ഷത്തെ പറയുന്നത്. അപ്പോ ഈ വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന കായ്കളൊന്നും പുറത്തേക്ക് പോവാതെ കണ്ട് ആ വൃക്ഷം ആകർഷിച്ച് നിർത്തുന്നത് പോലെ
തൻ്റെ അടുക്കൽ വരുന്നവരെ തൻ്റെ അടുക്കൽ പിടിച്ചു നിർത്തുന്നതായ കാരുണ്യമൂർത്തി ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തെയാണ് ഭക്തി എന്ന് പറയണത്. അപ്പൊ ഒരാൾ ചോദിച്ചു, നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ വൃക്ഷത്തിന്റെ ആകർഷണ വലയത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കായ പോയി വീണാൽ അതിനെ ഈ അങ്കോല വൃക്ഷത്തിന് ആകർഷിക്കാൻ പറ്റുമോ? അപ്പൊ ആചാര്യസ്വാമികൾ അടുത്ത ഉദാഹരണം പറഞ്ഞു. അയസ്കാന്തോപലം സൂചിക, കാന്തിക മണ്ഡലം. ആ കാന്തമണ്ഡലം ഉണ്ട്, കാന്തത്തിന്റെ അടുക്കലേക്ക് ഇരുമ്പ് എത്തിച്ചേരുന്നത് പോലെ, ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ. അപ്പോഴും ചോദിച്ചു, കാന്തിക മണ്ഡലത്തിനും പരിധിയില്ലേ? ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിനും പരിധി ഉണ്ടെന്നല്ലേ ഇപ്പോ ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാവണത്? അവസാനം പറഞ്ഞു, പുറത്തേക്ക് വിദേശത്തേക്ക് പോയ ഭർത്താവിനെ കാത്തിരിക്കുന്ന പതിവ്രതയായ ഒരു സാധു സ്ത്രീയെ പോലെ അവര് ഏത് സമയത്തും തൻ്റെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ടേ? ഈ മനസ്സ് ഇവിടെ അവരുടെ അടുക്കലാണ്. ഉറക്കത്തിലോ അവർ ഭർത്താവിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി തെളിയണേനെയാണോ ഭക്തി എന്ന് പറയണത്? അവസാനം അദ്ദേഹം പറഞ്ഞു, യഥാ നദ്യസ്യന്തമാനാ സമുദ്രേ എന്ന് പറഞ്ഞ ആ ഉദാഹരണത്തെ മനസ്സിൽ വച്ചുകൊണ്ട് ഗംഗേവൗഘമുദൻവതി, ഗംഗാനദി സകല തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇതാ ആ കാരുണ്യ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ നമ്മുടെ വിഘ്നങ്ങളെ മുഴുവനും തട്ടിത്തെറിപ്പിച്ച മനസ്സ് ഭഗവത് പാതാരവിന്ദത്തിലേക്ക് ഒഴുകുന്നതിനെ പറയുന്ന പേരാണ് ഭക്തി എന്നുള്ളത്. എത്ര മനോഹരമായ ഉദാഹരണങ്ങളിലൂടെ പോകുന്നത്. അപ്പൊ നോക്കൂ, ഈ സംശയം ചോദിക്കുന്നത് ഏതവസ്ഥയാ? പറയൂ. ഉണർവ്, ജാഗ്രത അല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോ അതിങ്ങനെ ചിന്തകൾ പോയി, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉടലെടുത്തു. അവിടെ മറ്റു ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കണില്ലെങ്കിലും മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതാണ് സ്വപ്നം എന്നുള്ളതായ അവസ്ഥ. ഉറക്കം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അവസ്ഥകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്. അവിടെയാണ് ആചാര്യസ്വാമികൾ പറയണത്, മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം തടസ്സമായി നിൽക്കുമ്പോൾ ഗംഗാനദി ആ തടസ്സങ്ങളെ മുഴുവനും തട്ടിത്തെറിപ്പിച്ച് സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ, കാരുണ്യ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ ഗുരുവായൂരപ്പൻ്റെ പാതാരബിന്ദത്തിലേക്ക് നമ്മുടെ മനസ്സും ഒഴുകിയാൽ അവിടെ ആ തുരീയത്തിലേക്ക്, തുരീയത്തിൻ്റെ അതീതം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല, ആ തുരീയം എന്നുള്ളതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ആ ആനന്ദമാവണം ഇവിടെ. ഭാഗവത കഥകള് വെറുതെ കേൾക്കാനുള്ളതല്ല, മറിച്ച് അനുസന്ധാനം ചെയ്യാനുള്ളതാണ്. ഇവിടെ പറഞ്ഞു തരുന്നു, ശ്രോതവ്യഃ, കേക്കൂ 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 കേക്കൂ. പിന്നെ എന്നോടല്ലേ പറയണേ? അല്ലേ? ഇവിടെ എത്രയോ ശംഖ് വിളിച്ചോ? വിളിക്കണ കേട്ടു പറ. അപ്പൊ ശംഖ് വിളിച്ചില്ലേ? ഇവിടെയല്ല ശ്രദ്ധ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ എവിടെ പിടിച്ചുകൊണ്ടുപോയി. എത്ര അടക്കിന്ന് വെച്ചാലും ഞാൻ അടക്കം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അവിടെ ഉള്ളതാണ്. ഇന്ദ്രിയങ്ങളും മനസ്സൊന്നും അടങ്ങാൻ തയ്യാറല്ല. അപ്പോൾ ഇവിടെ ഇതിനെ അടക്കാൻ സാധിക്കണം. പെട്ടെന്ന് മനസ്സേ അടങ്ങ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. അപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കലാണ് ഇതാ യോഗശാസ്ത്രമായാലും സാഖ്യശാസ്ത്രമായാലും വൈശേഷിക ദർശനമായാലും മറ്റേത് ദർശനമായാലും പറയണത് മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ വൃത്തികളെ, അതിൻ്റെ ആ സഞ്ചാരത്തെ പിടിച്ചു നിർത്തുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ കർമ്മസു കൗശലം ഗീതയിൽ എടുത്തു പറയുന്നു. കർമ്മത്തിലുള്ളതായ ആ കുശലതയാണ്, മനസ്സിനെ പിടിച്ചു നിർത്തലാണ് ഈ പറഞ്ഞ യോഗം എന്നുള്ളത്. ആ മനസ്സിനെ എങ്ങോട്ട് ചേർക്കണം? ഭഗവാനിലേക്ക് ചേർക്കണം. സാധിച്ചിട്ടുണ്ടോ? സ്വയം ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. അവിടെയാണ് ആ തുരീയം എന്നുള്ളതായ അവസ്ഥയിലേക്ക് ഞാൻ പോലും ലയിച്ച
അല്ല, ഈ സമുദ്രത്തിന്റെ അടിയിലേക്ക് ഉപ്പു കല്ലിട്ടു. ആ ഉപ്പ് പാവ അവിടെ ചെന്നിട്ട് എവിടെയാ ഉപ്പ് 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 അന്വേഷിച്ച് 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 അതിൽ കിടന്ന് ലയിച്ച് 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 ഇല്ലാണ്ടിയാവുന്നു. ഇതേപോലെ അതിൽ ലയിക്കുന്ന ഈ അവസ്ഥയെയാണ് തുരീയം എന്ന് പറയുന്നത്. ഇപ്പൊ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളേ? അതിന് വേറെ ഒന്നുമില്ല. ആ ഒന്ന്, അതാണ് തുരീയാതി. ഇവിടെ നമ്മൾ പലതാണ്. ആ പലതല്ല, ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് എന്തുണ്ട്? പേരുണ്ട്, രൂപമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാ വികാരങ്ങളും ഉണ്ട്, അല്ലേ? എൻ്റെ മുടി വെളുത്തിട്ടാണ്, അവിടെ കറുത്തിട്ടാണ്. ഓ, അങ്ങനെയുണ്ട്. ഞാൻ തടിച്ചിട്ടാണ്, അത് ക്ഷീണിച്ചിട്ടാണ്. വ്യത്യാസങ്ങളുണ്ട്. ഈ നാമരൂപങ്ങള് ഈ പ്രകൃതിയുടെ സ്വരൂപമാണ്. അപ്പൊ പ്രകൃതിക്ക് അപ്പുറത്താണ് ഈശ്വരൻ നിൽക്കുന്നത്. ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരണം എന്ത് വേണം? നാമരൂപങ്ങളില്ലാത്തത്. വേദാന്തത്തിൽ പറയണു എന്താണ്? നാമം ച രൂപം ച വിഹായ. നാമവും രൂപവും നമുക്ക് കളയാറാവണം. നാമരൂപമുള്ളപ്പോ എന്തുണ്ട്? ജനനമുണ്ട്, മരണമുണ്ട്. നാമരൂപങ്ങൾ ഇല്ലാണ്ടിയായാൽ 3 കാര്യങ്ങൾ: അസ്ഥി, ഭാതി, പ്രിയം, ഉണ്മ. ഇതാണ് ബോധം. സാന്ദ്രാനന്ദാവബോധാത്മകം. ഇതാണ് അസ്ഥി എന്ന് പറയുന്നത്. ഇനിയോ ഭാതി. തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ. ഭാതി, പ്രകാശിക്കുക. അസ്ഥി, ഭാതി പോരാ, അടുത്തത് പ്രിയം. പ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയപ്പെട്ടവര്. ഇതൊരു വികാരം, ഒരു അനുഭൂതിയാണ്, ഒരു സാന്ദ്രമായ അനുഭൂതിയാണ്. ഇവിടെ ഈ കഥകള് നമ്മളെ ആ രീതിയിലേക്ക് ഉയർത്താൻ വേണ്ടി പറഞ്ഞു തരുമ്പോ എന്തായിത്തീരണം ഞാൻ. ഇതാണ് ഭാഗവത ശ്രവണത്തില് ഓരോരോ ശ്രോതാക്കളോടുള്ള ചോദ്യം. ആരായിത്തീരണം ഞാൻ? ഒരു പിടി അവിലോ വെണ്ണയോ വെന്ത ചീരത്തണ്ടോ എന്ന് പറഞ്ഞ പണ്ടൊരു ഭക്ത കവി ഉണ്ടായതുപോലെ എനിക്ക് കുചേലനാവാനാണ് മോഹം, സുദാമാവാനാണ് മോഹം, എനിക്ക് ഗജേന്ദ്രനാവാനാണ് മോഹം, എനിക്ക് പ്രഹ്ലാദനാവാനാണ് മോഹം, എനിക്ക് ഉദ്ധവനാവാനാണ് മോഹം, എനിക്ക് യശോദയാവാനാണ് മോഹം. അടുത്ത കാലത്ത് ഒരു കഥ ഉണ്ടായില്ലേ, കൃഷ്ണലീല എന്ന് പറഞ്ഞ ഈ യശോദയുടെ അടുക്കല് ദേവകി വന്നിട്ട് ചോദിക്കുകയാണ്, അതെ യശോദേ, കൃഷ്ണന്റെ ബാലലീലയൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, നീ അത് നല്ലോണം അനുഭവിച്ചല്ലേ, ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ ഒരു കവി അദ്ദേഹത്തിന്റെ ഭാവന അനുസരിച്ച് ഈ ദേവകി ചോദിച്ച യശോദ വർണ്ണിക്കുന്ന തരത്തിൽ കൃഷ്ണലീലകളെ വർണ്ണിക്കുന്നു. അപ്പൊ ഇത്തരത്തില് ആ ഭാവനാ സാമ്രാജ്യത്തിന്റെ ഉടമകളായി മാറി ഈ ശ്രീകൃഷ്ണ പ്രേമത്തിന്റെ ആസ്വാദനം വേണ്ട രീതിയിൽ അനുഭവിച്ചുകൊണ്ട് ഈ ഭാഗവത ശ്രവണം നമുക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരണം. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞുല്ലോ, സദാചാരങ്ങള്, ഒന്നും അനാചാരങ്ങളില്ല. ഈ ആചാരങ്ങള് എന്ന് പറയണത് അവിടെ അനാചാരം എന്ന് പറഞ്ഞ സാധനയില്ല. പിന്നെ എന്തിനാ എവിടെ ഈ അനാചാരം? ആചാരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദുരാചാരം എന്ന് പറഞ്ഞാൽ ഓക്കെ, ശരിയാണ്. ദുഷിച്ച ആചാരം, ദുരാചാരം. അല്ലാണ്ട് അനാചാരം, ആചരിക്കാത്ത എന്ത് സാധനമുള്ളത്? അപ്പൊ ഇത് അനാചാരം എന്നുള്ളതല്ല, ആചാരങ്ങളാണ്. ആചരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ്. എന്താ അദ്ദേഹം പറയണത്? ഈ സദ്ധർമ്മം സൽപുരുഷന്മാരിൽ നിന്ന് നേടിയെടുക്കുക. ആരാണ് ഈ സൽപുരുഷന്മാര്? ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായ സകല ജീവജാലങ്ങളും. അതാണ് സാഖ്യം പറഞ്ഞു തരുമ്പോ അവിടെ 24 തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭി ഹൃദവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗതി. ഇതൊരു മണം വരുന്നുണ്ടോ? ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങളെ കളിയാക്കണതായ പോലെയാണ്. ഒരു മണം വരേണ്ടതുണ്ടല്ലോ, ഒരു നാറ്റം, അതോ വാസനയോ? ഇത് രണ്ടും നിങ്ങൾ തിരിച്ചറിയണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതി അറിഞ്ഞു എന്നാണ് അർത്ഥം. തണുപ്പുണ്ടോ അതോ വിശർക്കുണ്ടോ?
ചൂടാ, ചൂടുണ്ട് തണുപ്പുണ്ട്. അത് നമ്മൾ അറിഞ്ഞു, പ്രകൃതിയെ അറിഞ്ഞു. അപ്പൊ പ്രകൃതിയുടെ ആ ഗുണങ്ങള്, പ്രകൃതി ഗുണഗണോഘൈഹി നാജ്യതേ പുരുഷോയം, ഈ പ്രകൃതിയുടെ ഗുണങ്ങളുമായി ബന്ധപ്പെടാതെ കണ്ട് നിൽക്കുന്ന ആളാണ് ആര്? പുരുഷൻ. അപ്പൊ പ്രകൃതിയുടെ അപ്പുറത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. നമുക്കെന്തുണ്ട്? തണുപ്പുമുണ്ട്, ചൂടുമുണ്ട്, സുഗന്ധമുണ്ടോ ദുർഗന്ധമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക്, പ്രകൃതിയുടെ അപ്പുറത്തേക്ക് നിൽക്കുന്നതാണ് ആ പുരുഷൻ. ആ പുരുഷന് നമ്മൾ പേര് കൊടുത്തു. ആരാ? ഗുരുവായൂരപ്പൻ എന്നുള്ളത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ബ്രഹ്മം, പരമാത്മാവ് എന്ന് പറഞ്ഞു വിളിക്കണു. ആ ഗുരുവായൂരപ്പനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അതിനുവേണ്ടി എന്തു വേണം? പാടും ഞാൻ നാരായണ നാമം, വാതാലയേശന്റെ പൊന്നു തിരുമേനി പാദാദികേ ശാന്തം ചിന്ത ചെയ്ത് പാടും ഞാൻ. ഉറക്കെ നിത്യാനന്ദം. പറ്റണില്ല, രാവിലെ തൊട്ട് ജപിച്ചുകൊണ്ടിരിക്കുക, ക്ഷീണായി. ഇന്ദ്രിയങ്ങളുടെ പിടിയിലാണ് നമ്മൾ. മറക്കണം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മറന്നാൽ, ശരീരബോധവും പോയാൽ ആ ആനന്ദം, അതാണ് തുരീയാതീതം. അതിനെക്കുറിച്ച് വർണ്ണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞാൻ എത്തിയിട്ടില്ല. പണ്ട് പറഞ്ഞില്ലേ, നസറുദ്ദീൻ മുല്ല ചോദിച്ചതുപോലെ, നിനക്കറിയോ ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം? അറിയാം. എന്നാ പിന്നെ പറഞ്ഞിട്ട് ആവശ്യമില്ല. പിറ്റേ ദിവസം പറഞ്ഞു അറിയില്ല. എന്നാ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അറിയില്ല വെച്ചാ. അപ്പൊ ചിലവർ പറഞ്ഞു അറിയാം, ചിലവർ പറഞ്ഞു അറിയില്ല. എന്നാ അറിയണവർ അറിഞ്ഞവർക്ക് കൊടുത്തോളൂ, പിന്നെ ഞാൻ എന്തിനെവിടെ? ഈ രീതിയിലാണ്. അപ്പൊ മറ്റു വിഷയങ്ങളെ നമുക്ക് ഇങ്ങനെ വിശകലനം ചെയ്യാം. ഗുരുവിൻ്റെ സാന്ദ്രമായ അനുഭൂതിയെക്കുറിച്ച് എങ്ങനെയാ വർണ്ണിക്കുക? അതാണ് നേരത്തെ വെച്ച ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഗുരുവിൻ്റെ വാത്സല്യം. ഇതിനൊന്നും ഒരു പരിധികൾ കൽപ്പിക്കാൻ പറ്റില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അവധികളിൽ നിന്ന് മുക്തമായി തീരുന്ന എത്രയോ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ അതിനെ മുഴുവനും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിധിയുടെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. 8:30 നിർത്താറായില്ലേ? ഇല്ലേ? നമ്മുടെ മനസ്സിലുള്ള ചോദ്യം, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവിടെ കാലങ്ങളും ദേശവും നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്തിച്ചേരുമ്പോൾ വിശപ്പില്ല, ദാഹമില്ല. അദ്ദേഹം പറഞ്ഞില്ലേ, എന്താണ്? അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, അവിടുത്തെയുടെ മുഖത്തു നിന്ന് നിർഗളിക്കുന്ന ഈ ഭാഗവത കഥാമൃതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് വിശപ്പില്ല, ദാഹമില്ല. പാടും ഞാൻ നാരായണ നാമം. ഈ നിത്യാനന്ദത്തിലേക്ക്, ഈ നിത്യസൗഖ്യത്തിലേക്കാവണം നമ്മുടെ പ്രയാണം. 10 എന്നല്ല, ആ മുക്തിയിലേക്ക് കടക്കുമ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പാട്ട് പാടിയാൽ, ഭാഗവതം ജപിക്കുമ്പോൾ പാട്ട് വേണ്ടേ? എനിക്ക് വേണ്ട, മറ്റുള്ളവർക്ക് വേണം. ഞാൻ കുറച്ചും കൂടി ആയിട്ടുണ്ട്. ഇങ്ങനെയാവാ? ഇവിടെ ഇത് മറ്റുള്ള വിളക്ക് കൊളുത്തി വെക്കണ്ടേ? പാലേലിയോട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ മതി. അദ്ദേഹത്തിന് ആ തലത്തിലേക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ട്. ഇത് വേണ്ട എന്ന് പറയുന്നവര് അവരുടെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ അത്രയ്ക്ക് ഉയർന്നിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട് എങ്കിൽ അത് മതി, വിളക്കില്ലെങ്കിലും വേണ്ട. ഇതിൻ്റെ ഒരു കഥയും കൂടി ഞാൻ പറയാം. പണ്ട് ഒരു രാജാവിൻ്റെ അടുക്കല് ഒരു വായനക്കാരൻ നല്ലോണം ഭാഗവതമൊക്കെ വായിച്ചിട്ട് അർത്ഥം പറയാൻ ചെന്നു. രാജാവ് പറഞ്ഞു, എത്രണ്ട് വായിച്ചു? ഞാൻ ശ്രീധരിയും അന്വയാർത്ഥപ്രകാശിയൊക്കെ നല്ലോണം നോക്കിയിട്ടുണ്ട്. ഭാഗവതം ഇപ്പോൾ കട്ടിയാണ്. അപ്പം എനിക്ക് ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട് വരും. വായിച്ചു. ഒരു 2-2.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എത്തി. രാജാവിനോട് ചോദിച്ചു, ഇപ്പം എന്താ? ഞാൻ വീണ്ടും 2-3 വ്യാഖ്യാനങ്ങൾ വായിച്ചു, അപ്പോൾ കുറേ കൂടി ഉറപ്പിച്ചു. പക്ഷെ ഞാൻ കാണാത്ത ചില പോയിന്റ് ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി. രാജാവ് പറഞ്ഞു, ഒന്നും കൂടി വായിച്ചിട്ട് വരും. വീണ്ടും പോയി. ഇത്തവണ ഒരു 4-5 മാസം എടുത്തു. രാജാവ് ചോദിച്ചു, ഇപ്പോഴാണ് എനിക്ക് ചിലതും പിടികിട്ടിയത്. പണ്ട് ഞാൻ ഇതൊരു വാച്യാർത്ഥം മാത്രമേ ചിന്തിച്ചേർന്നുള്ളൂ, അതല്ല, അതിൻ്റെ അപ്പുറത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. രാജാവ് പറഞ്ഞു, ഒന്നും കൂടി ചിന്തിച്ചിട്ട് വരും, ഒന്നും കൂടി പഠിച്ചിട്ട് വരും. വീണ്ടും പോയി. നമുക്കത് പറയാം, ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വന്നു.
രാജാവ് പറഞ്ഞു വീണ്ടും പഠിക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. രാജാവ് അവിടെ ചെന്നു നോക്കിയപ്പോൾ ഭാഗവതം ഇങ്ങനെ തുറന്നു വച്ചിട്ടുണ്ട്, വായിക്കണില്ല. മറിച്ച് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നു. വാഗ്ഗൽഗത ദ്രവതേ യസ്യ ചിത്തം രുദത്യഭീക്ഷണം ഹസതി ക്വചിച്ച വിലജ്ജ ഉൽഗായതി നൃത്യതേച മൽ ഭക്തിയുക്ത ഭുവനം പുനാതി. ഇതാണ് ഭക്തന്റെ ലക്ഷണം. വാഗ്ഗൽഗത. വാക്ക് ഈ ഗൽഗതം കൊണ്ട് പുറത്തേക്ക് വരണില്ല. കണ്ണിൽ നിന്ന് കുടുകുട കണ്ണുനീര് വരുന്നു. ശരീരത്തിന് എന്തെന്നില്ലാത്തതായ കൃഷ്ണാന്ന് ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും ആ ശരീരത്തിലെ രോമാഞ്ചം എഴുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ഭക്തനാണോന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അവന് ഭക്തിയുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. വാഗ്ഗൽഗത ദ്രവതേ യസ്യ ചിത്തം രുദത്യഭീക്ഷണം ഹസതി ക്വചിച്ച വിലജ്ജ ഉൽഗായതി നൃത്യതേച. ലജ്ജ വിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ പാടും ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് പാടി? ഒന്നെങ്കിൽ ക്ഷീണം, അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കും എന്നുള്ള പേടി, ശരീര അഭിമാനം, ഇതൊക്കെ നമുക്ക് തടസ്സമാണ് അല്ലേ? എല്ലാം വിട്ട് ഒരു ഉന്മാദിയെ പോലെ, പ്രഹ്ലാദന്റെ കഥയിൽ പറഞ്ഞില്ലേ, ആ ഒരു ഉന്മാദിയെ പോലെ അദ്ദേഹം ഇതാ പാടുക, ആടുക, ചാടുക, ഇതൊക്കെ ചെയ്തായിരുന്നു. ഇതേപോലെ എത്ര പേർക്ക് ഈ ഭക്തിയുടെ രസത്തെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്? അപ്പൊ ഒരു ആസ്വാദന ഇവിടെ പറയുന്നത് ഉന്മാദം എന്നുള്ളതാണ്. ഈ സംസ്കൃത സാഹിത്യ ചരിത്രത്തില് ഒരു 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 ഗ്രന്ഥമുണ്ട്, ഉന്മത്ത പഞ്ചാശത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഒരാള് തൻ്റെ ശിഷ്യനെ വിളിച്ചിട്ട് ഗുരു പറയുകയാണ്, ശിഷ്യനോട് പറഞ്ഞു, ഞാൻ ഈ ഉമ്മത്തുംകായ കഴിക്കാൻ പോവുക കേട്ടോ, ഇത് കഴിച്ചാൽ എനിക്ക് ഉന്മാദം വരും, അപ്പം ഞാൻ പാടുന്നത് എഴുതി വെക്കണം കേട്ടോ എന്നാണ്. അങ്ങനെ ആ ഉന്മാദ അവസ്ഥയിൽ എഴുതിയതായ പാട്ടാണ് ഉന്മത്ത പഞ്ചാശത്ത് എന്ന് പറയുന്നത്. അതേപോലെ ഒരു അനുഭവത്തിൻ്റെ തീവ്രത സ്വാമി ചട്ടമ്പി സ്വാമികളുടെ നിജാനന്ദ വിലാസം എന്നുള്ളതായ ഒരു കവിത, ആത്മോപദേശ ശതകം എന്നുള്ളതായ നാരായണ ഗുരുസ്വാമികളുടെ ഒരു ചിത്രമുണ്ട്, ശങ്കരാചാര്യ സ്വാമികളുടെ ഇതേപോലെ ദശശ്ലോകി തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആത്മബോധം തുടങ്ങിയിട്ടുള്ള പ്രകരണങ്ങൾ, ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു റിസർച്ച് വിഷയം എന്ന് പറഞ്ഞിരുന്നത് അഷ്ടാവക്ര ഗീതയാണ്. അതിൽ ഗുരു പറഞ്ഞു കൊടുക്കണു ശിഷ്യൻ്റെ അനുഭവം, ഗുരു പറഞ്ഞു കൊടുക്കണു ശിഷ്യൻ്റെ അനുഭവം. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാവുമ്പോൾ അവിടെയാണ് ഈ ജ്ഞാനസാധന അവസാനിക്കുന്നത്, അനുഭവത്തിലേക്ക് പര്യവസാനിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്യണത്? കേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? ആണോ? എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറയൂ, അല്ലെങ്കിൽ അല്ല പറഞ്ഞോളൂ. കേൾക്കണുണ്ട്, അനുഭവിക്കണുണ്ട്, വളരെ ഭാഗ്യം, നമസ്കരിക്കണം. സാധാരണക്കാർക്ക് പറ്റണില്ല, കേൾക്കൽ മാത്രമേ ഉള്ളൂ. അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ശ്രോതവ്യ ശ്രുതിവാക്യേഭ്യ മന്ദവ്യശ്ച ഉപപത്തിഭിഹി, യുക്തിയോടുകൂടി ഈ പറഞ്ഞതിനെ മുഴുവനും വിചാരം ചെയ്യണം. യുക്തിയുക്തമായിട്ട് ഈ പറഞ്ഞത് ശരിയല്ലേ, നമ്മുടെ അനുഭവത്തെ ഊട്ടി വളർത്തുന്ന രീതിയിൽ യുക്തിയോടുകൂടിയുള്ള വിചാരം ഉണ്ടാവണം. മന്ദവ്യശ്ച ഉപപത്തിഭിഹി മത്തുവാച സതതം ധ്യേയ. അതിനെ അങ്ങനെ മനനം ചെയ്തിട്ട് പിന്നെ ധ്യാനിക്കാൻ സാധിച്ചാൽ, അതിലേക്കുള്ളതായ വികലമായ വിപരീതമായ വിഭിന്നമായ ചിന്താഗതികൾ മുഴുവനും പോയാൽ പിന്നെ നമുക്ക് ആ കൃഷ്ണനെ കാണാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഹൃദയമാകുന്ന ആ കോവിലിൽ, ഇവിടെ അമ്പലത്തിലെ ശ്രീകോവിലിൽ ഇരിക്കുന്ന കൃഷ്ണനെ പോലെ ആ ഗുരുവായൂരപ്പൻ എവിടെയുള്ളത്? എവിടെയുള്ളേ? അഹം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഹൃദയത്തിലുണ്ട്. എന്നെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പറയൂ. ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് പറയാനുള്ള ഒരു ആർജവാണ് ആദ്യം പഠിക്കേണ്ടത്. ഇതിൻ്റെ കേൾക്കുന്നതിൻ്റെ പടികളെ കുറിച്ചിട്ട് ചാണക്യൻ
കുറെ ഘടകങ്ങൾ അവിടെ എടുത്ത് പറയുന്നുണ്ട്. ആദ്യം കേൾക്കാനുള്ള ആഗ്രഹം വേണം. എത്ര പേർക്കുണ്ടാ? ഒന്ന് പറയൂ, മൂളിക്കോളൂ. ഉണ്ടെന്നെങ്കിലും പറയൂ. ഉണ്ട്. രണ്ടാമത്തെ പടി എന്താ? കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടായ അടുത്ത പടി എന്താ? കേൾക്കുക. ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. കേൾക്കുക. ആ കേട്ടോ. ആ അപ്പോ ശുശ്രൂഷ, ശ്രവണം ചെയ്യുക, ഗ്രഹണം. അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ഗ്രഹിച്ചു. ഇനിയോ ധാരണം, അതിനെ ജീവിതത്തിലേക്ക് ധരിക്കുക. അത് കഴിഞ്ഞിട്ട് ഊഹം. ഇങ്ങനെ ആവരുതേ, അങ്ങനെ ആവാലോ. അതിനെ കുറിച്ചിട്ടുള്ള യുക്തിയുക്ത വിചാരമാണ് ഊഹം. അങ്ങനെ ആവില്ല പറഞ്ഞ് തള്ളിക്കളയുന്നതിനെ അപോഹം എന്ന് പറയുന്നു. ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ അനവധി പടികളെ കുറിച്ചിട്ട് ചാണക്യൻ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും പറയില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തറയ്ക്കണം. എത്രയോ ആചാര്യന്മാർ അവരുടെ അനുഭവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ പലതും ഉണ്ടാവാം. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഇത് ശരിയോ ഇത് തെറ്റോ എന്നുള്ള ഭാവന ചെയ്യണം. ആ അനുകൂലമായതിനെ സ്വീകരിക്കാനും പ്രതികൂലമായതിനെ ഉപേക്ഷിക്കാനും നമുക്ക് സഹായിക്കുന്ന ഒരു ഇന്ദ്രിയുണ്ട്, ഒരു അന്ധക്കരണുണ്ട്. ഏതാ? മനസ്സ് എപ്പോഴും വിപരീതത്തിലേക്കേ പോവുള്ളൂ. അപ്പൊ അതിനെ നേർവഴിക്ക് വെക്കാനുള്ള ഒരു സാധനം പറഞ്ഞു, നിശ്ചയാത്മിക അന്ധക്കരണ വൃത്തി, ബുദ്ധി. ഈ ബുദ്ധിക്ക് അടിമയാക്കാൻ, മനസ്സിനെ അടിമയാക്കാൻ സാധിച്ചാൽ, ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കി നിർത്താൻ സാധിച്ചാൽ തദേവ ശ്രവണം മനനം ധാരണം ച. അതാണ് അവിടെ നമ്മൾ എവിടെ എത്തിച്ചേരണു? തുരീയവും അത് അനുഭവമായിട്ട് മാറണം. അപ്പോൾ കണ്ണടച്ചാലും ഈ 10-ാം ദിവസം കൊടി ഇറങ്ങിയാൽ ഇപ്പൊ എവിടെയായിരിക്കണേ? ആ ഭാഗവത സത്രത്തിലാണ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിലോ നമ്മൾ പറയും 10 ദിവസം കഴിഞ്ഞുട്ടാ. ഇല്ല, നമ്മൾ ഇന്നും എവിടെയും നമ്മുടെ ആ ഹൃദയമാകുന്ന മണിമണ്ഡപത്തിന്റെ കുടിക്കൂറ ഇന്നും ഇതാ പാറി പറക്കുകയാണ് ഗുരുവായൂരപ്പന്റെ ആനുകൂല്യം കൊണ്ട്. ഈ ചിന്ത നമുക്ക് ഇടമുറിയാതെ കണ്ടുള്ള അനുഭവമായി മാറി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു താങ്ങായിട്ട് മാറി, അനുഭൂതിയായി മാറി. ആസ്വാദന തലങ്ങൾ ഇതാ നമുക്ക് വീണ്ടും വണ്ണം അനുഭവിക്കാൻ മുടക്കുഴത്തേവരുടെയും സജ്ജനങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവസ്ഥ എന്ന് പറയുന്നത് 3 2 പേര് കാര്യങ്ങൾ പറഞ്ഞു. ഇതല്ലാത്ത 2 അവസ്ഥയും കൂടിയുണ്ട്. ഇങ്ങനെ ഭാഗവതം കേൾക്കാതിരിക്കുമ്പോൾ അടിയുകൊണ്ട് കൊടുത്തു. ഇത് അടികൊണ്ട് അടിച്ചപ്പോൾ അവിടെ ബോധക്ഷയം ഉണ്ടായി. ഇത് ജാഗ്രതാണ്. കാര്യങ്ങളൊക്കെ നടക്കണമൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ കിറങ്ങിങ്ങനെ ഇരിക്കുക. സ്വപ്നമാണോ? കാണുന്നില്ല. സുഷുപ്തിയാണോ? അല്ല. അപ്പം എന്തുണ്ടായി? ആ ഒരു മോഹാലസ്യം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇനി ചിഹ്നൻ ബാധിച്ചു, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മേപ്പോട്ടേക്കുള്ള വലി. ഏതാ അവസ്ഥ? ജാഗ്രത ആണോ? അപ്പുറത്ത് നിന്ന് എന്ത് പറഞ്ഞാലും പറയണമൊന്നും കേൾക്കില്ല. വേണ്ടാത്തത് പറഞ്ഞാൽ അപ്പം കേൾക്കും. ഈ മരിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലുള്ള നോക്കിയാൽ മതി, അവർക്ക് വേണ്ടതൊന്നും അവർ കേൾക്കില്ല. അപ്പോൾ അവരുടെ സ്വന്തമല്ല, അത് ആ കാലത്തിൽ ഉണ്ടാവുന്ന ഒരിതാണ്. വേറൊരു അവസ്ഥയാണ് മരണാവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് 5 അവസ്ഥകളുണ്ട് എന്ന് പറയുന്നു. എത്ര അവസ്ഥയുണ്ട്? ഏതൊക്കെയാ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, മൂർച്ഛ, മരണം. ഇങ്ങനെ ഒരു 5 അവസ്ഥകൾ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു. പക്ഷെ ഇവിടെ വിഷയത്തില് അതൊക്കെ ഒരു ലൗകികന്റെ അവസ്ഥയിലാണ്. നമ്മുടെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ജാഗ്രത ഉണ്ട്, ഉണർവുണ്ട്, സ്വപ്നം കാണുന്ന നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊന്നും അറിയാതെ കണ്ട സുഖമായിട്ടുള്ള ഉറങ്ങി എന്ന് പറയുന്ന ആ സുഖം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അതും ഈ ശരീരബോധവും പോകുന്ന, എന്നാൽ തിരിച്ചുവരവ്, ആ ശരീരബോധവും പോയിട്ടുള്ള ഒരു ആനന്ദമുണ്ട്. അതിനെയാണ് തുരീയം. അതിൻ്റെ അപ്പുറത്തും ഒരു ബ്രഹ്മമാകുന്ന ഒരു അവസ്ഥയുണ്ട്. തദേവ തുരീയാതീതം. അപ്പോൾ ഇവിടെ ഭാഗവതം കേൾക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങുകയാണോ? ഉറങ്ങിക്കോളൂ, സാരമില്ല. സ്വപ്നം കാണുകയാണോ? സ്വപ്നം കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷേ
അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ നല്ല ഉറക്കാണോ, ഒന്നും അറിയാണ്ടുള്ള ഉറക്കാണോ, ഉറങ്ങിക്കോളൂ. ആ ഉറക്കത്തെ എണീറ്റ് കഴിഞ്ഞാൽ സുഖായി എന്ന് പറഞ്ഞ ആ സുഖത്തെ ആസ്വദിച്ചൊരു ചൈതന്യമുണ്ട്. ആ സുഖമാവലാവണം ജീവിതത്തിൻ്റെ വ്രതം എന്നുള്ളത്. ഭാഗവതം കേൾക്കണതിൻ്റെ വ്രതം എന്താ? സുഖാവാനാവണം. ഇവിടെ ചോദിച്ചില്ലേ, സുഖായ കർമാണി കരോതി ലോക. ലോകം എന്തിനാ പ്രവർത്തിക്കണേ? സുഖം കിട്ടാൻ. ആ സുഖം എവിടെയായിരിക്കണേ? ഇത്ര നേരം കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെയാ. സുഖം എവിടെയായിരിക്കണേ? നമ്മുടെ ഉള്ളിൽ തന്നെയാ. അത് ഒന്ന് തുറന്നു വെക്കുക. അതിലേക്ക് ആചാര്യന്മാരുടെ മൊഴിമുത്തുകൾ ഇല്ലേ പ്രസാദമായിട്ട് കിട്ടുന്നു. അത് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇതാ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, നാളെ നിങ്ങൾക്ക് വേണമെന്ന് പറയണം, ഞങ്ങൾക്ക് ഇത്തിരി പറയാനുണ്ട്. അവിടെയാണ് ഒരു യജ്ഞത്തിൻ്റെ ഒരു പൂർണ്ണത. ഇത് അനുഭവിച്ചവരുടെ ആ അനുഭൂതിയും കൂടി ഇവിടെ ഉണ്ടാവണം. സ്വതവേ ഇത് ഏറ്റവും അവസാനം കൊണ്ടുപോയി കേട്ടവർ രണ്ടുപേര് ആശംസകൾ പറയാൻ വരും എന്നുള്ളത് അതല്ല. ഇവിടെ മറിച്ച് ഇത് കേട്ടിട്ടുണ്ടായ അനുഭവം, ഇതും ഇതിൻ്റെ ഒരു പാഠമാണ്. മന്ദവ്യശ്ച ഉപപത്തി എന്ന് പറയില്ലേ, ഇവിടെ കിട്ടിയ ആൾക്കാർ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ വിശകലനം ചെയ്യണം. അത് വിപരീതമാവാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് അങ്ങനെയുള്ളവർ പറയാണ്ടിരിക്കുക ഭേദം. കാരണം മറ്റുള്ളവരുടെ മനസ്സിനും കൂടി വേവലാതി ഉണ്ടാവും. അനുകൂലമായിട്ടുള്ളതാവണം നമ്മുടെ മനസ്സ്. അത് കാരണം അങ്ങനെ അനുകൂലമാവുമ്പോഴാണ്, പ്രതികൂലമാകുമ്പോൾ പല വഴിക്ക് പോകും അല്ലേ. ആലുവയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. ഇതേപോലെ രണ്ടായിട്ട് പോവാണ്ടേ ഒന്നായിട്ട് പോവാൻ സാധിക്കട്ടെ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ സജ്ജനങ്ങളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാതാരബിന്ദത്തെ നമസ്കരിച്ച് ഇതാ വാക്കുകൾ ഗുരുവായൂരപ്പൻ്റെ ഭാഗവത സ്വരൂപിയായ ഗുരുവായൂരപ്പൻ്റെ തൃക്കാക്കൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.